അള്ളാഹു യഥാർത്ഥ കൂട്ടുകാരൻ ആരാണെന്ന് തിരിച്ചറിയാനും ആ കൂട്ടുകാരനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും ജീവിതത്തിലും എക്കാലത്തെയും പരലോകത്തിലും അള്ളാഹു ആ കൂട്ടുകാരനെ പരിശുദ്ധമായ സുഖലോലുപ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയിൽ ഇരുപാദങ്ങൾ ഊന്നുന്നതുവരെയും താങ്ങായി, തണലായി, ഇണയായി, തുണയായി ആ സഹയാത്രികനെ അള്ളാഹു നമ്മളോടൊപ്പം ഒരുമിച്ച് കൂട്ടി ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ടും അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1400 മുമ്പ്, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ ഉള്ളറകളിൽ വെച്ച് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാകുന്ന അവരുടെ നേതാവാകുന്ന പുണ്യപൂമാന്റെ നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് എന്ത് അടർന്നു വീണാലും അത് അപ്പോഴും പറക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രതിഫലനം റസൂലുള്ളാഹി അവരുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കത്തക്കവണ്ണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സഹാബാ കിറാമിന്റെ സംശയങ്ങൾക്ക് മറുപടിയായി കൊണ്ടല്ല, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന് ഉത്തരം ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ, നിങ്ങൾക്ക് ഞാൻ നല്ല കൂട്ടുകാരനെ പറ്റിയിട്ട് പറഞ്ഞു തരാം. അവർക്ക് കൂട്ടുകാരില്ലാത്തതിന്റെ പേരിലല്ല, ഇന്ന് യഥാർത്ഥ കൂടപ്പറപ്പുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത കാല് വളരുന്നോ, കൈ വളരുന്നോ, തല വളരുന്നോ എന്ന് നോക്കി തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് ആറ്റുനോറ്റ് വളർത്തിയ പ്രിയപ്പെട്ട പൊന്നുമകൾ മാതാവിനെയും പിതാവിനെയും കോടതി വരാന്തകളിൽ കയറ്റിയിറക്കി ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊതുക് കടി കൊണ്ട് മണിക്കൂറുകളോളം കുത്തിയിരുന്ന് അവസാനം അന്യ സമുദായത്തിൽപ്പെട്ട കാമുകനോടൊപ്പം ശീതീകരിച്ച വാഹനത്തിൽ അന്യ സമുദായത്തിൽപ്പെട്ട കാമുകന്റെ കൈക്ക് പിടിച്ച് ഇറങ്ങി വന്നിട്ട് ഈ മാപ്പയും ഉമ്മയും എന്നെ മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി പീഡിപ്പിച്ചവരാണ്, അവരോടൊത്തുള്ള ജീവിതം ഇനി എനിക്ക് വേണ്ട എന്ന് പോലീസുകാരന്റെ മുമ്പിൽ കുമ്പസരിച്ചുകൊണ്ട് അതുവരെയും വളർത്തിയെടുത്ത പൊന്നുമകൾ തന്നെ വിട്ടുകൊണ്ട് പോകുന്ന നൊമ്പരത്തോടെ, വേദനയോടെ മാതാപിതാക്കൾ കോടതിയുടെ പടിയിറങ്ങിയിട്ട് അവരുടെ ചെറ്റക്കൂരയിൽ ചെന്ന് മണിക്കൂറുകളോളം കുത്തിയിരുന്ന് പൊട്ടിക്കരയുന്ന സാഹചര്യം. അതുപോലെ തന്നെ തന്റെ കൂടെ പഠിച്ച കൂടപ്പറപ്പായ സഹോദരൻ മറ്റൊരു കൂട്ടുകാരനെ കാണുമ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്റെ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ സ്വഭാവവും പരസ്യമാക്കിക്കൊണ്ട് ആ കൂട്ടുകാരനോട് അടങ്ങാത്ത ഒടുങ്ങാത്ത കലി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന പാവപ്പെട്ട കൂട്ടുകാരനെ, ആ കൂട്ടുകാരന്റെ ഈ തലതിരിഞ്ഞുള്ള പ്രവൃത്തി കാണുമ്പോൾ വല്ലാതെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ അതുവരെയും കൂട്ടുകൂടിയവരെല്ലാം, അടുത്തിരുന്നവരെല്ലാം നഷ്ടപ്പെട്ടു പോയ വേദനയോടെ, പ്രയാസത്തോടെ, നൊമ്പരത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും വേദനിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ. അതുകൊണ്ട് തന്നെ ഒരു മറവിൽ നിന്നുകൊണ്ടൊരു ശത്രു എയ്തു വിടുന്ന അമ്പ് ആദരവായ പ്രവാചകന്റെ റിസാലത്തിന്റെ വീതിയുള്ള നെഞ്ചിലേക്ക് തുളച്ചു കയറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ദർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മധുര 17കാരിയായ വെളുത്ത സുന്ദരി തന്റെ നെഞ്ചിടം മാറിടം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ അമ്പിനെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിയോട് സ്നേഹം രേഖപ്പെടുത്തുമ്പോൾ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെതിരെ ശബ്ദമുയർത്തിയ, നാവ് പൊക്കിയ പ്രിയപ്പെട്ട പിതാവിനെ വാളിന്റെ തുമ്പിൽ തല കുത്തിയെടുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യം എന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവരുടെ എല്ലാം അള്ളാഹുവിന്റെ റസൂലാണ്.
അവരുടെ കൂട്ടുകാരൻ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്ന കൂട്ടുകാരൻ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബത്തെ, നിങ്ങൾക്ക് ഞാൻ 3 കൂട്ടുകാരനെ പരിചയപ്പെടുത്തി തരാം. 3 കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ കൂട്ടുകാരാരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ മദ്യക്കുപ്പി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തെങ്ങും തോപ്പുകളിലും റബ്ബർ എസ്റ്റേറ്റുകളിലും നമ്മളോടൊപ്പം വരുന്ന കൂട്ടുകാരുടെ കഥയല്ല. അതല്ലെങ്കിൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാമുകനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാമായ കൂട്ടുകാരികളെ പറ്റി കിട്ടില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ആ പ്രവാചകന്റെ അറിവുകൾ പറക്കിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന 3 കൂട്ടുകാരുടെ പ്രത്യേകത. ഒന്നാമത്തെ കൂട്ടുകാരൻ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെയും അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്നാമത്തെ കൂട്ടുകാരൻ. 3 കൂട്ടുകാരാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മതപ്രഭാഷണത്തിന്റെ കസേരയൊക്കെ എടുത്തിട്ടോളിയും കുഴപ്പമില്ല, ഒന്നുമില്ല, കസേരയിലും കാണാമല്ലോ, ഇവിടുന്നാവട്ടെ. നമ്മുടെ നാട്ടിൻപുറത്ത് വാഴ പറയാൻ വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇടയ്ക്കിടയ്ക്കൊക്കെ കാര്യങ്ങളും പറഞ്ഞ് ഇടയ്ക്ക് ഇച്ചിരി വെള്ളവും കുടിച്ച് ഈ തൃശ്ശൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിലും മധ്യ കേരളം കഴിഞ്ഞാൽ ശ്വാസം വിടാതെ വാഴ പറയണം, എങ്കിലേ പ്രസംഗം കൊള്ളാവൂ എന്ന് പറയും. എത്ര വലിയ അള്ളാഹുവിനെ വരച്ച് കാണിച്ചു കൊടുത്താലും ശ്വാസം വിടാതെ വാഴ പറഞ്ഞാലേ അവർ അംഗീകരിക്കൂ. ഇടയ്ക്കിട്ട് വെള്ളം കുടിക്കുകയോ ശ്വാസം വിടുകയോ ചെയ്താൽ നീട്ടൊന്ന് കുറഞ്ഞു പോയാൽ പ്രസംഗം കൊള്ളൂല എന്ന് പറയും. നമ്മുടെ നാട്ടും പുറത്തൊക്കെയാണ് അൽഹംദുലില്ലാ കാര്യവും പറഞ്ഞ് ഇടയ്ക്ക് വാഴവും പറഞ്ഞ് കുറച്ച് വിഷയവും പറഞ്ഞ് ഇടയ്ക്ക് വെള്ളവും കുടിച്ച് ഇങ്ങനെ എല്ലാവിധ സെറ്റപ്പായിട്ട് വാഴ പറയാൻ പറ്റുന്നൊരു സ്റ്റേജാണ് നമ്മുടെ നാട്ടും പുറത്തുള്ള വാഴ സ്റ്റേജുകൾ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, കുടുംബക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന അവസരമാണ് ഇതുപോലുള്ള നാട്ടിലുള്ള വാഴ വരുമ്പോൾ. ഇപ്പൊ വീട്ടിൽ വന്നാലും തിരിച്ചറിയൽ കാർഡ് കാണിച്ചിട്ട് അകത്ത് കയറുന്നത് ആ ഒരു ഗതികേടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 3 കൂട്ടുകാര്. ആ 3 കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത്തെ കൂട്ടുകാരൻ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ പാതിരാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടവന് തയ്യാറാകുന്നത് വരെ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ അവനോട് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്റെ കൂടെ വരും, എന്റെ പൊന്നുമോനെ, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെടാ. പക്ഷേ നീ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നിന്റെ ആത്മാവ് ശരീരത്തോട് വിട പറഞ്ഞാൽ, പിന്നെ ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. നിന്റെ ആത്മാവ് ശരീരത്തിൽ നിലകൊള്ളുന്ന, നീ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള നിമിഷത്തിൽ മാത്രമാ എന്റെ സാമീപ്യം നിനക്കുണ്ടാവുക. നീ മരണപ്പെട്ടു കഴിഞ്ഞാ, മരണമെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസമുണ്ടല്ലോ, ആ മരണത്തിന് നീ കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ കിട്ടൂല, നിന്നെ എനിക്കും കിട്ടൂല, ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ കൂട്ടുകാര് രാവ് മുതൽ പകല് വരെ, പകല് മുതൽ രാവ് വരെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കൂട്ടുകാരൻ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും, എപ്പോഴും കാണും, എവിടെ പോയാലും ഞാൻ ഉണ്ടാകും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയുമായി യാതൊരു ബന്ധവും ഇല്ല. ആ കൂട്ടുകാരൻ ഏതാണ് പറയാം. രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുമത്രേ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, രണ്ടാമത്തെ കൂട്ടുകാരനെ പറയുമത്രേ, അനമാക ഹയാതക വമമാതക, നിന്റെ ജീവിതത്തിലും മരണത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്നതാ. പക്ഷേ ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ എത്തപ്പെട്ടു കഴിഞ്ഞാ ഞാനും നീയുമായുള്ള ബന്ധമില്ല. ഏതാണ് വൃക്ഷമെന്നറിയുമോ? ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കഅബാലയത്ത് മദീനത്തെ പള്ളിയുടെ ഉള്ളറകളിൽ വെച്ച് ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ നിങ്ങളോട് രാവും പകലും വിളിച്ചു പറയുന്നു, എന്റെ കൂട്ടുകാരാ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും ഏതുവരെയും
എന്നറിയുമോ? ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട് വരെ ഉണ്ടാകും. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ എത്തപ്പെട്ടു കഴിഞ്ഞാൽ നീയും ഞാനുമായി പിന്നെ യാതൊരു ബന്ധവുമില്ല. ഏതാണ് വൃക്ഷമെന്നറിയുമോ എന്റെ സഹോദരങ്ങള്? വേളാവൂർ മുസ്ലിം ജമാഅത്തിന്റെ മഖ്ബറയുണ്ടല്ലോ, ഖബർസ്ഥാനുണ്ടല്ലോ. ആ ഖബർസ്ഥാനിന്റെ മുകളിൽ നാട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചെടിയാ. നമ്മൾ അടക്കി കഴിഞ്ഞാൽ ആ അടക്കുന്ന ഖബറിന്റെ പുറത്ത് മണ്ണിട്ട് മീസാനിൽ നാട്ടിയിട്ട് രണ്ട് സസ്യത്തിന്റെ രണ്ട് വൃക്ഷത്തൈകൾ നട്ടിട്ടങ്ങ് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കൂട്ടുകാരൻ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, നിന്നെ വിട്ടുമാറൂല. പക്ഷേ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നീ എത്തപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഖബറിലേക്ക് നിന്നെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടാമത്തെ കൂട്ടുകാരന്റെ കഥയാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു, നിന്നെ ഖബറിലെടുത്ത് വെക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ എന്റെ അളിയ നീ എന്നെ നോക്കണ്ട, ഞാൻ വരൂല. രണ്ടാമത്തെ കൂട്ടുകാരൻ. ഇനി മൂന്നാമത്തെ കൂട്ടുകാരനോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ കൂട്ടുകാരൻ പറയുകയാ, അനമാക ഹയ്യൻ വ മയ്യിതാ, അനമാക ഹയ്യൻ വ മയ്യിതാ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോകുമ്പോഴും എക്കാലവും നിന്റെ കൂടെ ഞാൻ വരും എന്റെ പൊന്നു കൂട്ടുകാരാ. മരിക്കുമ്പോ ഞാൻ നിന്നെ കളയൂല, ഖബറിൽ കൊണ്ടുവെക്കുമ്പോ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ലടാ. അത് കഴിഞ്ഞുള്ള പരലോകത്തെ ജീവിതത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, താങ്ങാകി തണലാകി നിഴലാകി തുണയായി നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുമെന്ന് സദഖ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ മൂന്ന് കൂട്ടുകാർ. ഒന്ന്, മരിക്കുമ്പോൾ നമ്മളെ വിട്ടുപോകും. രണ്ട്, ഖബറിൽ കൊണ്ടുവച്ചാൽ നമ്മളെ കളഞ്ഞിട്ട് പോകും. മൂന്ന്, ഖബറിൽ കൊണ്ടുവച്ചാലും നമ്മളെ വിട്ടു പോകൂല, എക്കാലവും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇങ്ങനെ മൂന്ന് കൂട്ടുകാരെ നമുക്ക് കിട്ടിയാൽ ഏതായിരിക്കും നമ്മൾ കൂട്ടുകൂടുക? ഏത് കൂട്ടുകാരനെ ആയിരിക്കും നമ്മൾ അടുപ്പിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കൂട്ടുകാരനെ ആയിരിക്കും നമ്മൾ അടുപ്പിക്കുക. ഒന്നാമത്തെ കൂട്ടുകാരൻ പറയാ, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, പക്ഷേ നിനക്ക് അടിയെങ്ങാനെ കിട്ടിയ ഞാൻ വലിയും എന്ന് പറയുന്ന കൂട്ടുകാരൻ. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞ്, അടി കിട്ടിയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ശരീരം പൊട്ടി വലിച്ചാൽ പിന്നെ ഞാൻ നിൽക്കൂല, ഞാൻ വലിയും. മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു, അടിച്ച് നീ ആശുപത്രിയിലായപ്പോൾ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. എന്നാ നമ്മൾ ആരെ കൂട്ടുക? മൂന്നാമത്തെ കൂട്ടുകാരനെ നമ്മൾ കൂട്ടും. മൂന്നാമത്തെ കൂട്ടുകാരനെ നമ്മൾ കൂടെ കൂട്ടും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ മൂന്ന് കൂട്ടുകാരിൽ ആരെയാണ് നമ്മൾ സഹയാത്രികരായിട്ട് കൂട്ടിയിട്ടുള്ളത്? ആരെയാണ് നമ്മൾ അടുപ്പിച്ചിട്ടുള്ളത്? ആരെയാണ് നമ്മൾ ദൂരത്താക്കിയിട്ടുള്ളത്? ആ ഒരു ചെറിയ പരിശോധന മാത്രമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അമൽ ചെയ്യാനും സായുജ്യരാകാനും പ്രതിഫലം കാംക്ഷിച്ച് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരേതാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഉദാഹരണത്തിലൂടെ മൂന്ന് കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കി പോകണം. ഒന്ന്, മരിക്കുമ്പോൾ നമ്മളെ വിട്ടുപോകും. രണ്ട്, ഖബറിൽ വെക്കുമ്പോൾ നമ്മളെ വിട്ടുപോകും. മൂന്ന്, എക്കാലവും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഈ മൂന്ന് കൂട്ടുകാര് ആരാണ്? ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആൻ ഇതിന് വിശദീകരണം നൽകുകയാണ്. അതാണ് ഹദീസും ഖുർആനും തമ്മിലുള്ള ബന്ധം. ഇന്ന് നമ്മൾ പറയും, ഞങ്ങൾ ഖുർആൻ മാത്രമേ അംഗീകരിക്കൂ, ഹദീസ് വേണ്ട. തെറ്റിപ്പോയി. ഹദീസിനെ വിശദീകരിക്കാൻ ചിലപ്പോൾ ആയത്തുകൾ കാണും, ആയത്തുകളെ വിശദീകരിക്കാൻ ഹദീസ് ഉണ്ടാകും. അത് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ഏത് സൂറത്താൻ? വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്ത് ഏതാ? പണ്ടുള്ള ഉമ്മാമ്മമാർക്കൊക്കെ അറിയാൻ കഴിയും. പണ്ടുള്ള എല്ലാവരും അത് ഓതുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആധുനിക വ്യക്തികളോട്, ആണാകട്ടെ പെണ്ണാകട്ടെ, ചോദിച്ചാൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, അത് എത്ര മണിക്കുള്ള സീരിയലാണെന്ന് ചോദിക്കും. എത്ര മണിക്കാവും സാറേ ആ സീരിയൽ വരിക എന്ന് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഓതി കളാ വീട്ടിൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ,
114 അധ്യായങ്ങൾ 6266 ആയത്തുകളിൽ അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മധ്യത്തിലുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ കഹ്ഫ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മനനം ചെയ്യാൻ, മനപ്പാഠം ചെയ്യാൻ ഭാഗ്യം വേണം എന്റെ പ്രിയപ്പെട്ടവരെ. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോയാൽ, തൃശ്ശൂരേക്ക് പോയാൽ, കണ്ണൂരിലേക്ക് പോയാൽ, കാസർഗോഡിലേക്ക് പോയാൽ അള്ളാന്റെ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരാള് ഇവിടെ നിന്ന് കയറുമ്പോൾ, വേളാവൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ എന്ന് തുടങ്ങിയ നേരെ കാസർഗോഡ് പോയി തിരിച്ചിവിടെ എത്തുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു ഖത്തം ഓതി തീർക്കുകയാ. അങ്ങനെ ഒരു ഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിനീതന് കിട്ടിയിട്ടില്ല. എനിക്ക് ഹാഫിലാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ബഹുമാനനായ അഷ്റഫ് മൗലവി ഹാഫിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊന്നുമക്കളെ ഹാഫിലീങ്ങളാക്കണം. ഹാഫിലീങ്ങളെ വളർത്തിയെടുക്കുന്ന അറബ് കോളേജിന്റെ തിരുമുറ്റത്തായ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരിരിക്കുന്നത്. അങ്ങനെയുള്ള ഹിഫ്ള് കോളേജിന്റെ മുകളിലത്തെ നിലയിലാകേണ്ട പെങ്ങന്മാരിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിലീങ്ങളാക്കട്ടെ, നമ്മുടെ പൊന്നുമക്കളെ ആലിമീങ്ങളാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, റസൂലുള്ളാഹി 114 മുമ്പ് വിശദീകരിച്ചു കൊടുത്ത 3 കൂട്ടുകാരെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കും നേരം അറിയുമോ? അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ والباقيات الصالحات خير عند ربك ثوابا وخير املا. അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഏതാനും 3 കൂട്ടുകാരൻ അല്ലേ? ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാന്റെ റസൂല് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമ്മുടെ കൂട്ടത്തിൽ വരുന്നു, മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൊപ്പം വരാത്ത ഒന്നാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുന്നു, അവന്റെ സമ്പാദ്യമാണ്, സമ്പാദ്യമാണ്. ജീവിച്ചിരിക്കുമ്പോ മാത്രം ഉണ്ടാകുന്ന മുജീബ് ഉസ്താദ് ജോലി ജീവിച്ചിരിക്കുമ്പോ മാത്രം വരുന്ന കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഈ സമ്പത്ത് ഉണ്ടാവൂല. അത് സമ്പത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സമ്പത്ത് നമ്മളോട് ദിവസവും വിളിച്ചു പറയും. എന്റെ പെങ്ങളെ, അലമാരക്കകത്തിരിക്കുന്ന സ്വർണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിന്റെ പാസ്ബുക്ക്, ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് എല്ലാം നമ്മളോട് രാവിലെയും വൈകുന്നേരം വരെ വിളിച്ചു പറയുകയാണ്. എന്നെ കെട്ടിപ്പിടിച്ച് നടന്നോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ തിരിഞ്ഞു നോക്കൂലല്ലോ. ഇതാരാ പറയുന്നത്? റസൂലുള്ളാഹിയാ. ഇത് റസൂലുള്ള പറയാൻ. അത് കേൾക്കാനുള്ള ശ്രവണപുടങ്ങൾ നമുക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പോക്കറ്റിൽ കിടക്കുന്ന 1000-ന്റെ ആ ഗാന്ധിത്തല നമ്മളോട് വിളിച്ചു പറയുന്നത്, നീ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റുള്ളവർ കൊണ്ടുപോകും, നിനക്ക് യാതൊരു ഉപകാരം ഉണ്ടാവൂല. എന്റെ കൂട്ടുകാരാ, മരിക്കുന്നത് വരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നിങ്ങൾ നോക്ക്, ഇന്ന് പാവപ്പെട്ടവൻ ധരിക്കുന്ന വസ്ത്രം ഏതാണ്? കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം അല്ലേ? ഒരു വീട്ടുജോലിക്കാരനായ പാവപ്പെട്ട സഹോദരൻ ധരിക്കുന്ന, ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കാൻ, മക്കളെ പോറ്റാൻ വേണ്ടി കിട്ടുന്ന തോട്ടിൽ മാക്രിയെ പിടിക്കാൻ പോകുന്നവരാണ് നമ്മുടെ സഹോദരിമാര്. അയൽക്കൂട്ടത്തിന്റെ തൊഴിലുറപ്പിന്റെ പദ്ധതിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീട്ടുപണിക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുകയാ, വലിയ ബഹുനില കെട്ടിടത്തിന്റെ തമ്പുരാട്ടിയുടെ വീട്ടിന്റെ അടുക്കളയിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ, ആ വീട്ടിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ഉമ്മ, വീട്ടുവേലക്കാരിയായ വീട്ടുജോലിക്കാരിയായ പ്രിയപ്പെട്ട മാതാവ് ധരിക്കുന്ന വസ്ത്രം എത്ര വില കുറഞ്ഞ വസ്ത്രമാണ്. ആ വീട്ടിലെ മുതലാളിയുടെ ഭാര്യ ഉടുക്കുന്ന സാരിയുടെ വില എത്രയാണ്? ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം നടന്നു, എവിടെയാണെന്ന് പറയില്ല, നമ്മുടെ ഈ പരിസര പ്രദേശത്തൊക്കെ ആയിട്ട് വരും. പുതിയാപ്പള പുതിയണ്ണിനെ കാണാൻ പോയി, പെണ്ണ് കാണാൻ പോയുള്ള കഥയാ പറയുന്നത്, കല്യാണത്തിന്റെ കഥയല്ല. പെണ്ണ് കാണാൻ പോയപ്പോൾ പുതിയാപ്പള കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത ലാച്ചയുടെ വില എത്രയെന്നറിയോ? 75,000 രൂപയാണ് ഒരു ലാച്ചയുടെ വില. സഹോദരിമാർ ചിന്തിക്കും, എടി അത്ര വിലയുള്ള ലാച്ചയൊക്കെ ഉണ്ടോ? എങ്കിൽ എന്റെ ഇക്കായോട് ഞാൻ ഒന്ന് പറയും, 75,000 രൂപയുടെ ലാച്ചയാണ് കൊണ്ടിട്ട് കൊടുത്തത്. വലിയ തമ്പുരാട്ടിമാര് ധരിക്കുന്ന വസ്ത്രത്തിന്റെ വില അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധു സ്ത്രീക്ക് അത് വാങ്ങാനുള്ള ഭാഗ്യമില്ല. എന്തുകൊണ്ടാണ്?
ഇവിടെ ഉള്ള കൂട്ടുകാരൻ എന്ന് പറയുന്നത് സമ്പത്താണ്. യവന് സമ്പത്ത് കൂട്ടുകാരനായില്ല, അവർക്ക് സമ്പത്ത് കൂട്ടുകാരനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ടുപേരും രണ്ടു തരം വസ്ത്രമാണ് ധരിക്കുന്നത്. എന്നാൽ ആ വീട്ടുവേലക്കാരി മരണപ്പെട്ടു പോയി, കൂടെ മുതലാളിയുടെ ഭാര്യയും മരണപ്പെട്ടു പോയി. 15,000 സാരി ഉടുത്ത തമ്പുരാട്ടി എവിടെ? 150 രൂപയുടെ മുണ്ടുടുത്ത വേലക്കാരിയായ ഉമ്മ എവിടെ? രണ്ടുപേരും ധരിച്ചിരുന്ന വസ്ത്രം അങ്ങോട്ട് മാറ്റുമ്പോൾ സുബ്ഹാനല്ലാഹ്, കടയിൽ ചെല്ലുമ്പോ രണ്ടുപേർക്കും മരണത്തിന് ശേഷം ഉടുക്കാൻ കൊടുക്കുന്നത് ഒരേ റോളിലിരിക്കുന്നതായ തുണിയല്ലേ മുറിച്ചു കൊടുക്കുക. ജീവിച്ചിരിക്കുമ്പോഴാ സമ്പത്ത് നമ്മുടെ കൂട്ടത്തിൽ വരിക. മരണപ്പെട്ടു കഴിഞ്ഞാൽ ജോലിക്കാരിയായ ഉമ്മയ്ക്കും മുതലാളിയുടെ ഭാര്യയ്ക്കും 2 തുണിയല്ല, രണ്ടുപേർക്കും ഒന്നിലുള്ള തുണിയാ. 3 കഷണം വെള്ള തുണിയടാ കീറിയിട്ട് വീട്ടിന്റെ മുമ്പിൽ വിരിച്ചിട്ട് അതിലേക്ക് എടുത്ത് കിടക്കുമ്പോ പണക്കാരിയ പട്ടുവസ്ത്രത്തിൽ മൂടില്ല ഉമ്മ, പാവപ്പെട്ടവനെ കീറി പറഞ്ഞ വസ്ത്രത്തിൽ മൂടില്ല. രണ്ടുപേർക്കും ഉപകരിക്കുന്ന ഒരേ ഒരു വസ്ത്രമാണെങ്കിൽ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവന് പാദരക്ഷ പോലും വാങ്ങാനുള്ള ഭാഗ്യമില്ല. പണക്കാരനാണെങ്കിലോ കോടിക്കണക്കിന് വിലയുള്ള ബെൻസ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ വേറെന്ത് പേരിട്ടിരുന്നാലും വലിയ വലിയ വാഹനങ്ങളിൽ ഒരു നമ്പർ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പാവപ്പെട്ടവന് പാദരക്ഷ പോലും വാങ്ങാനുള്ള ഭാഗ്യമില്ലാതിരിക്കുമ്പോ, ഈ പണക്കാരന് പണക്കൊഴുപ്പിന്റെ പേരിൽ വിശദീകരിച്ച് വില കൂടിയ വാഹനം വാങ്ങുമ്പോ, എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇത് ജീവിച്ചിരിക്കുമ്പോഴല്ലേ കഴിയുകയുള്ളൂ. മരണപ്പെട്ടു കഴിഞ്ഞ വേളാവൂരുള്ള പണക്കാരൻ പോയ വാഹനത്തിന്റെ പുറകെ പോകാ, പാവപ്പെട്ടവന് പാദരക്ഷ പോലും ഇല്ലാതെ വരുമ്പോ, വേളാവൂര് മരണപ്പെട്ടു പോയ പാവപ്പെട്ട സഹോദര, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്ന പണക്കാരനായ സഹോദര, ഇവരങ്ങ് മരിച്ചുപോയാ വേളാവൂര് മുസ്ലിം ജമാഅത്തിന്റെ അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ രണ്ടാമത്തെ പള്ളിയുടെ വലതുഭാഗത്തിരിക്കുന്ന സന്തൂക്കുണ്ടല്ലോ, ആ 6 കാലുള്ള കട്ടിലല്ലേ പണക്കാരാ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? എവിടെടാ നിന്റെ ബെൻസിൽ നിന്നെ കൊണ്ടുവന്നു, നിന്റെ BMW നിന്നെ കൊണ്ടുവന്നു, നിന്റെ ആടിയിൽ നിന്നെ കൊണ്ടുവന്നു? പാദരക്ഷ വാങ്ങാ പാടില്ലാത്ത പാങ്ങില്ലാത്ത കട്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ ഒരുപാട് രാപ്പകലിൽ നീക്കിയ പാവപ്പെട്ട സഹോദരാ, നിന്നെ ആരെങ്കിലും നടത്തിക്കൊണ്ടുവന്നോ? ഇല്ല. എല്ലാവരും നിന്നെ ആ സന്തൂക്കിലെടുത്ത് കിടത്തിയിട്ടല്ലേ വേളാവൂർ പള്ളിയിൽ കൊണ്ടുവരുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസം വരുന്നത് ജീവിച്ചിരിക്കുമ്പോഴാ. അതാ സമ്പത്ത് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പൊടി പിടിക്കാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ടവര്, എത്ര ചെമ്പ് ബിരിയാണിയാണ് ഓളെ കല്യാണത്തിന് 25 ചെമ്പ് ബിരിയാണി വെക്കും. അതിൽ 15 ചെമ്പ് ബിരിയാണി ചെലവാകും. എന്നിട്ടോ 10 ചെമ്പ് ബിരിയാണി മിച്ചം വരികയാണ്. അതിൽ 2 ചെമ്പ് ബിരിയാണി കൂടെ ഈ കല്യാണത്തിന് വന്നവർക്കൊക്കെ കിറ്റിലടിച്ച് കയറ്റി വിട്ടുകൊടുത്തു. എന്നാലും 8 ചെമ്പ് ബിരിയാണി ഇരിക്കുകയാണ്. അതിൽ 3 ചെമ്പ് ബിരിയാണി കുഴിച്ചിട്ടു. ഇനിയും 5 ചെമ്പ് ബിരിയാണി ഇരിക്കുന്നു. എന്ത് ചെയ്യും? എന്റെ പ്രിയ അപ്പോഴാ പറഞ്ഞു കൊടുക്കുന്നത്, മുത്തല്ലിമീങ്ങളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാം. ആർക്കും വേണ്ടാതെ കുഴിച്ചിട്ടതിന്റെ ഉച്ചിഷ്ടം മുത്തല്ലിമീങ്ങൾക്ക്. ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്. എത്രയോ സ്ഥലങ്ങളിലാണ് കൊടവയർ നടയിട്ട് പറയും, മൈലാക്കന്മാരുണ്ടല്ലോ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആക്ഷേപിക്കുകയൊന്നുമല്ല. നമ്മളെ പോലുള്ളവർക്ക് കൊടുത്താൽ അത് മഹത്വമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ കാര്യം പറയാം. പക്ഷേ ഇരിക്കുന്ന പൊന്നുമക്കൾക്ക് ഒരു പിടി ആഹാരം കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. അതാണ്. ഇഷ്ടംപോലെ കല്യാണങ്ങൾ നടക്കുന്നു, ആവശ്യമില്ലാതെ പൈസ ചെലവാക്കുന്നു. അപ്പോഴും തൊട്ടപ്പുറത്തെ ചെറ്റക്കൂരയില് പാവപ്പെട്ട പെൺകുട്ടി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് അകലാടെന്ന് പറയുന്ന പ്രദേശത്ത് 27 വയസ്സുള്ള റസിയാകുന്ന പാവപ്പെട്ട സഹോദരിയെ
നൂറുദ്ദീൻ എന്ന് പറയുന്ന 2 കല്യാണം കഴിച്ച മധ്യവയസ്കനായ ഒരു മനുഷ്യൻ മോഹവലയത്തിൽ അവളെ കറക്കിയെടുത്തു. എന്നിട്ടോ അവളെ കൊന്നുകളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി പറഞ്ഞെന്തെന്നറിയോ? എനിക്ക് 27 വയസ്സായി, എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഉമ്മായും ഉപ്പായും എപ്പോഴും കരച്ചിലാണ്. അതുകൊണ്ട് ഇനി അവരെ കണ്ണീര് കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഇനി നൂറുദ്ദീൻ വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും. നൂറുദ്ദീൻ വിളിച്ചു, ഇറങ്ങിപ്പോയി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, 4 ആങ്ങളമാരുള്ള ഒരു പെങ്ങളാൾ, 4 ആങ്ങളമാരും പയ്യന്മാരാണ്. അവർ വന്നിട്ട് പറഞ്ഞു, സാറേ, മരിച്ചു കഴിഞ്ഞാൽ നാറുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ നാറ്റം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഞങ്ങളുടെ പെങ്ങളുടെ വിഷയത്തിലാണ്. പള്ളിയിലെ ഖതീബ് പറയുന്നു, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നപ്പോൾ ഒരു കൈ കൊണ്ട് മൂക്ക് പൊത്തേണ്ട ഗതികേടാണ്. 3 ദിവസം ആ പ്രിയപ്പെട്ട പെങ്ങളെ കുഴിച്ചിട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് പണക്കാർ ഇറങ്ങിയിട്ട് പറയുന്നു, അവക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളായിരുന്നോ എന്നാ ചോദിക്ക. നിന്റെ മുമ്പിലല്ലേ 27 വർഷം അവള് ജീവിച്ചത്. നിന്റെ പൊന്നുമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അതിൽ 100 പവൻ കൊടുക്കുമ്പോൾ അതിൽ 1 പവൻ മാറ്റിക്കിട്ട് നീ 99 പവനിട്ട് നിന്റെ പൊന്നുമോളെ കെട്ടിച്ചു വിട്ടാലും ഇങ്ങനെ ഓരോ പവൻ വീതം 10 പണക്കാര് മാറ്റിവെച്ചാൽ 10 പവനിട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കാൻ കഴിയും. അതാര് ചെയ്യൂല എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യാറില്ല. അതിലേക്ക് അതൊക്കെ പറഞ്ഞാൽ വിശാലമായിട്ട് അങ്ങ് പറഞ്ഞു പോകേണ്ടി വരും. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്. മരിക്കുമ്പോൾ നമ്മൾ ഇന്നത് വിട്ടുപോകും. ഈ കൂട്ടുകാരൻ എന്തിനാണ് നമ്മൾ കൂട്ടുന്നത്? അപ്പൊ ഉസ്താദെ, പൈസയൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? പൈസയൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? അല്ല, പൈസ വേണം, സമ്പാദ്യം വേണം. എല്ലാ പ്രവാചകന്മാരും കച്ചവടക്കാരായിരുന്നു, ഇല്ലേ? ആടുമേക്കാത്ത ഒരു പ്രവാചകൻ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചിരുന്നു. മാത്രമല്ല, അള്ളാന്റെ റസൂല് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവടക്കാരനായിരുന്നു. കച്ചവടം ചെയ്യണം, അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം. പക്ഷെ പ്രാമുഖ്യം അതിന് കൊടുക്കാൻ പാടില്ല. നമ്മൾ പറയുമല്ലോ, നമ്മുടെ സമ്പത്താണ്, നമ്മുടേതാണ്. എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യ, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ സ്ഥാപനം, എന്റെ റബ്ബർ എസ്റ്റേറ്റ്, എന്റെ കോടികൾ, എന്റേത് എന്ന് എല്ലാവരും പറയുമ്പോൾ റസൂലുള്ള പറയാണ്, നിന്റേതെന്ന് ധൈര്യത്തോടെ പറയാൻ 3 കാര്യങ്ങളെ ഉള്ളൂ. അതല്ലാതെ ഒന്നും നിങ്ങളുടേതെന്ന് പറയാൻ പറ്റൂല. ഏതാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാഷണം നടത്തുന്ന എനിക്ക് എന്റേതെന്ന് പറയാൻ കഴിയുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്ന 3 കാര്യങ്ങളല്ലാതെ 4മതൊരു കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റേതെന്ന് പറയാൻ കഴിയില്ല. ഏതാ 3 കാര്യം? ഇതിനിടയ്ക്ക് ഞാൻ 3 കാര്യം പറയട്ടെ. 3 കാര്യം മൊത്തത്തിൽ പറയാൻ പോവാണ്. ഒന്നാമത്തെ കൂട്ടുകാരൻ മരിക്കുന്ന സമയത്ത് നമ്മളെ വിട്ടുപോകുന്നത് അത് സമ്പാദ്യമാണ്. ഈ സമ്പാദ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് 3 കാര്യങ്ങളിലാണ്. ആ 3 അല്ലാതെ 4മതൊന്നും നമുക്കില്ല. നമ്മൾ പറയൂല എല്ലാം ഭാര്യമാര് നമ്മുടേതെന്ന് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? ഭാര്യ നമ്മുടേതാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടേതെന്ന് പറയും, സ്നേഹം കൂടുമ്പോ എന്റെ ചക്കരയല്ല, എന്റെ മുത്തല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് നമ്മുടേതെന്ന് ഉറപ്പിക്കാൻ എന്ത് പറ്റും? ഒരിക്കലും പറ്റൂല. നമ്മൾ മരണപ്പെട്ടു പോയാൽ കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമറ്റയിൽ പെട്ട അടൽപൂടമല്ലേ. നമ്മുടെ ഭാര്യമാരെ നമ്മൾ മരണപ്പെട്ടു പോയാ അവരുടെ ഇദ്ദയുടെ അവധി കഴിയുമ്പോൾ, അവർ ഇദ്ദയിരിക്കേണ്ട കാലാവധി കഴിയുമ്പോൾ അവര് മറ്റൊരാളുടെ ഭാര്യയല്ലേ. ഇന്നലെ വരെയും നമ്മുടെ എല്ലാമായിരുന്ന നമ്മുടെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആരുടെ സുഗന്ധമേറ്റു വാങ്ങിയോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയാ പിന്നെ നമ്മുടേതല്ലല്ലോ, അവര് മറ്റൊരാളുടെ ഭാര്യയായി മാറുന്നല്ലോ. പിന്നെങ്ങനാ നമ്മുടേതെന്ന് പറയാൻ കഴിയാം? അല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്ന് പറയാൻ പറ്റൂല. ഗൾഫുകാരൊക്കെ കയറി വരാൻ പോവാണ്. കാരണം എന്താ? എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല, നാട്ടിലിരിക്കുന്നവർക്കും പ്രശ്നമുണ്ട്. ഒരാൾ പറയാ, ഉസ്താദേ, പെണ്ണുമ്പിള്ളേരത് കിടന്നുറങ്ങാൻ പേടിയാണ്. ഞാൻ ചോദിച്ചു, അതെന്താണ്? ഭർത്താവിനെ വെട്ടി പീസാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഓട്ടോയിൽ വലിച്ചെറിഞ്ഞിട്ട് ഓട്ടോയും പിടിച്ചു പോയ കാമുകിയുടെ, അതായത് ഭാര്യയുടെ വാർത്ത വായിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പേടിയാണ് ഉസ്താദേ. ഞാൻ 6 പ്രാവശ്യം അലാറം വെച്ചിട്ടാ കിടക്കുന്നത്. ഇവൾ എന്താ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. വെട്ടി ഞുറുകി കളഞ്ഞ മക്കാരും ഇല്ലല്ലോ. അതുകൊണ്ടാണ്. മാത്രമല്ല, ഭർത്താക്കന്മാർ മരിച്ചുപോയാൽ സ്ത്രീകൾ കരയുന്ന എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇനി എന്റെ ഭർത്താവ് ഖബറിൽ ഒറ്റയ്ക്കാണ്, എന്റെ ഭർത്താവിന് ആരെന്നാണോ ചോദിക്കുന്നത്? അല്ല. എന്റെ മക്കൾക്ക് ആരെന്നാണോ ചോദിക്കുന്നത്? അല്ല. അവർ ചോദിക്കുന്നത് എനിക്കിന്നി ആര് എന്നാ. ഞാൻ 2ാം കെട്ടിയാരെ ആയിപ്പോയില്ല, എനിക്കിന്നി ആരെന്നാ അവര് ചോദിക്കുക.
അതുകൊണ്ട് നമ്മുടേതെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിനക്ക് നിന്റെതെന്ന് പറയാൻ കഴിയുന്നത് ഏതാണ്? മൂന്ന് കാര്യമാണ്. യഖൂലുൽ അബ്ദു മാലി മാലി, എല്ലാവരും പറയുന്നു എന്റേത് എന്റേത് എന്റേതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന മാലഹു മിൻ മാലിഹി ഫലാ, അവന്റേതെന്ന് പറയാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേതാണ് മാ അകല ഫഅഫ്നാ, അവൻ തിന്ന് ദഹിച്ചു പോകരേരാ, അത് മാത്രമാണ് അവനുള്ളത്. ഇന്ന് രാത്രി ഭക്ഷണം പാചകം ചെയ്തിട്ട് വീടിന്റെ അടുക്കളകളെ ഭദ്രമായി അടച്ചു വെച്ചിട്ട് വന്ന ഉമ്മ, അത് നിന്റെതെന്ന് പറയാ കഴിയില്ല ഉമ്മ. എന്തുകൊണ്ടാണ്? ഈ അനുഗ്രഹീതമായ വേദിയിൽ ഇരുന്ന് നീ മരിച്ചുപോയാ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എടുത്തുകൊണ്ടുപോയി നിന്നെ പുറത്തല്ലേ കിടത്തുന്നത്, ഹാളിലല്ലേ കിടത്തുന്നത്. പിന്നെ നീ ഇഷ്ടപ്പെട്ട് വെച്ച ആഹാരം നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അത് മറ്റുള്ളവരല്ലേ കഴിക്കുന്നത്. പിന്നെ നിനക്ക് നിന്റെതെന്ന് പറയാ കഴിയുന്ന ഭക്ഷണമേരാ? ഇന്നുച്ചയ്ക്ക് നീ കഴിച്ച ഭക്ഷണം നിന്റെതെന്ന് ധൈര്യമായിട്ട് പറയാ. എത്രയോ സ്ഥലങ്ങളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടില്ലേ, പാവപ്പെട്ട മാതാക്കള് എന്റെ പൊന്നുമോൻ ഇഷ്ടപ്പെട്ടത് ഇന്ന മീന, എന്റെ പൊന്നുമോൻ ഇഷ്ടപ്പെട്ടത് ഇന്ന കറിയാ, എന്റെ പൊന്നുമോക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്ന രീതിയിലുള്ള പാചകമാണ് എന്ന് കരുതിയിട്ട് പൊന്നുമക്കൾ സ്കൂൾ വിട്ട് വരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുമ്പോഴല്ലേ 3 മണി കഴിഞ്ഞ് 4 മണിയായി, 4 മണി കഴിഞ്ഞിട്ടും മക്കൾ വരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് TV ഓണാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആഹാരം പാചകം ചെയ്തിട്ട് പൊന്നുമക്കളെ കാത്തിരിക്കുന്ന ഉമ്മമാരറിയുന്നത് ആ പൊന്നുമക്കള് പാർവതി പുത്തനാരന്റെ ജലാശയത്തിന്റെ ചെളിവെള്ളത്തില് മുങ്ങിത്താണു പോയ കഥയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ പൊന്നുമക്കൾക്ക് കഴിക്കാൻ പറ്റിയോ? പാലക്കാടുള്ള ഒരു കുടുംബത്തില് എന്റെ പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യത്ത് നിന്ന് ഭർത്താവ് വരുന്നു എന്ന സന്തോഷവാർത്ത അറിഞ്ഞപ്പോ ആ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവള്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നിനക്കറിയുമല്ലോ, കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കയറിയതല്ലേ, ഈ 3 മാസത്തിനിടയിൽ എന്റെ ഇഷ്ടപ്പെട്ട പലഹാരം നിനക്കറിയുമല്ലോ, അത് നീ തയ്യാറാക്കി വെക്കണേ എന്ന് പറഞ്ഞു. ഗൾഫ് നാട്ടിൽ നിന്ന് വണ്ടി കയറിയ പ്രിയപ്പെട്ട സഹോദരന് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നെഞ്ചുവേദനയാ. പ്രിയപ്പെട്ട ഭാര്യരാ പാചകം ചെയ്തു വെച്ചിരിക്കുന്നു, എയർപോർട്ടിൽ വിളിക്കാൻ പോലും വന്നില്ല. കാരണം എന്താ? എന്റെ ഭർത്താവ് വരുമ്പോ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂടോടെ കൊടുക്കണമെന്ന ചിന്തയോടെ വീട്ടില് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഫോൺ കോൾ വരുന്നത്. ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്റെ സഹോദരങ്ങളെ, എത്രയോ സംഭവങ്ങളാ, പറയാൻ നമുക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന്റേതെന്ന് പറയാൻ കഴിയുന്നത് പിന്നെ കഴിച്ചിട്ട് ദഹിച്ചുപോയ തിന്ന് ദഹിച്ചുപോയ ഭക്ഷണമുണ്ടല്ലോ, അത് മാത്രമാണ് അവന്റെതെന്ന് പറയാൻ കഴിയുക. ഇന്നത്തെ ഭക്ഷണം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഏതോ ഒരു വീട്ടിൽ പാചകം ചെയ്തു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദുനിയാവിന്റെ ചൂടും തീയും പുകയും അനുഭവിച്ചുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് നരകത്തിന്റെ ചൂടും തീയും പുകയൊക്കെ ഹറാമാക്കട്ടെ. ഇന്നലെ ഞാൻ പരിപാടി പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോഴെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എനിക്ക് എന്റെ ഭക്ഷണമാണെന്ന്. പക്ഷെ ഇന്ന് ഞാൻ പരിപാടിക്ക് മുമ്പ് കഴിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ഇതെന്റെ ഭക്ഷണമാണ്, കാരണം ഞാൻ കഴിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കഴിക്കുന്ന ഭക്ഷണം, കഴിച്ചു കഴിഞ്ഞ ഭക്ഷണം അത് നിന്റെതെന്ന് ധൈര്യമായിട്ട് നിനക്ക് പറയാം. അല്ലാത്ത ഭക്ഷണം എങ്ങനാ പറയാൻ കഴിയാ? പറ്റൂല. രണ്ടോ ധരിച്ച് ദ്രവിച്ചു പോയ വസ്ത്രമേരാ? ഇന്ന് നീ ആ വസ്ത്രം ഉപയോഗിക്കുന്നത് മഴയത്ത് പുറത്തിറങ്ങിയാൽ കാലിലെ ചെളിയാകും, അത് വീടിന്റെ അകത്തെ ടൈലിൽ പറ്റുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്നും അകത്തോട്ട് കയറുന്ന ആ വാതിലിന്റെ മുമ്പിൽ നിന്റെ പഴയ മാക്സ് നീ വിരിച്ചിരിക്കുകയാ, നിന്റെ പഴയ പാന്റ് നീ വിരിച്ചിരിക്കുകയാ. എന്റെ ചെറുപ്പക്കാരാ, അതിൽ ചവിട്ടി തൂട്ട് കയറട്ടെ എന്ന നീയത്തോട് ധരിച്ചു ദ്രവിച്ചു പോയ വസ്ത്രമാണത്. ഇത് നിന്റെതെന്ന് ധൈര്യമായിട്ട് നിനക്ക് പറയാം. അതല്ലാതെ അലമാരയിൽ ഇങ്ങനെ അടുക്കിയാർക്കും അറിയില്ല. പർദ്ദ ധരിക്കാൻ പറഞ്ഞാൽ അവളെ ചോദിക്കുന്നത് അതിന് ഞാൻ ഹജ്ജിന് പോയില്ലല്ലോ എന്നാണ്. ഹജ്ജിന് പോയവർ മാത്രം ധരിക്കുന്ന സാധനമാണ് പർദ്ദ എന്നാ അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, അലമാരയിൽ കരുതി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അത് നമ്മുടേതെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഈ സരസിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ ഈ ഷോളും ഈ ജുബയൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് മൗലവി എടുക്കും.
ഇരിക്കുന്ന എന്താ നിങ്ങളായാലും അങ്ങനെ തന്നെ ചേരൂലേ? ആ ശരി, ഈർക്കില്ല പുതപ്പൂറ്റി കണക്കിരിക്കും. എന്റെ സഹോദരങ്ങളെ, അത് മറ്റുള്ളവരെടുക്കുകയാണ്. അതല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ എന്റെ പോലെ ശരീരമുള്ളവർക്ക് എടുത്തു കൊടുക്കും, ഇല്ലേ? ഒരിക്കലും നമുക്കത് ഉപകരിക്കൂല. പിന്നെ എനിക്ക് എന്റെ എന്ന് പറയാൻ കഴിയുന്ന ഏതാണ്? വർഷങ്ങളായി ഞാൻ ഉപയോഗിച്ച് ഇപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അത് ഇല്ലാതായി പോയ വസ്ത്രം, അത് എന്റെതെന്ന് ധൈര്യമായിട്ട് പറയാം. ഞാൻ ധരിച്ചല്ലോ. ഈ കിടക്കുന്ന എന്റേതെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ പറ്റൂല. മൂന്നാമത്തതോ ഞാൻ ചുരുക്കി പറയാൻ, മൂന്നാമത്തതോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മക്കത്തുൽ മുകറമയുടെ 9ാമത്തെ വാർഷികത്തിന് വേണ്ടിയിട്ട് ഇവിടെ സംഘടിപ്പിച്ച പരിപാടികൾ ഇതിന്റെ സംഘാടകര് ബക്കറ്റുമായി വരുമ്പോ നിങ്ങളിടുന്ന പൈസ ഏതാ? 1000ന്റെ നോട്ടിരുന്നിട്ട് മനക്കിയില്ല, 500ന്റെ നോട്ടിരുന്നിട്ട് മനക്കിയില്ല, 100ന്റെ നോട്ടിരുന്നിട്ടും ഒരിക്കൽ എടുത്തിട്ട് തിരിച്ചങ്ങ് വെച്ചു. പിന്നെ നീ ഇട്ടരേതാ? അതിനകത്തിരുന്ന ഒരു 50 രൂപയുടെ നോട്ടാണെങ്കിൽ എന്റെ പൊന്നു യുവാവേ, ആ 50 നിനക്കുള്ളതാ, പോക്കറ്റിരിക്കുന്ന പൈസ നിനക്കുള്ളതല്ല. എന്തുകൊണ്ടാണ്? നീ അങ്ങോട്ട് പോകുമ്പോ, നീ മരിച്ചു പോയാൽ നിന്റെ കൂടെയുള്ളവര് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആരുടെ കയ്യിലും പൈസയില്ല. ആംബുലൻസ് വിളിച്ചു, ആ ആംബുലൻസിന് പൈസ കൊടുക്കണ്ടേ? എവിടെയാണ് പൈസ നോക്കുമ്പോൾ നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നു പളപളാമിന്നും 1000ന്റെ നോട്ടുകള്. അതെടുത്ത് അവരങ്ങ് കൊടുക്കുമ്പോ നിനക്ക് ഉപകരിച്ചോടാ പൊന്നു മോനെ? ഉപകരിച്ചില്ല. പിന്നെ നിന്റെ പൈസ എന്ന് പറയാൻ കഴിയുന്നതേരാ? നീ ബക്കറ്റിനകത്തിട്ട് 50 രൂപയുടെ നോട്ടാ നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി യാചിക്കുമ്പോൾ കൊടുത്ത പൈസയാ? അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത സമ്പത്താ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാര്യമാര്, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, മുസ്തഫ خيرنا فاختارنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. പൊന്നാന നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് എല്ലാവരും കൂടി ആടിനെ അറുത്തു കൊടുത്തു. അപ്പൊ അവരൊക്കെ അറുത്തു കൊടുക്കുമായിരുന്നല്ലേ? എന്താ അവർ അറുത്തു കൊടുത്താ കുഴപ്പം? റസൂലുള്ള അറുത്തു കൊടുത്തിട്ടുണ്ട് ഖദീജയുടെ പേരില്. ഖദീജയുടെ വഫാത്തിന് ശേഷം അള്ളാന്റെ റസൂൽ ആടിനെ അറുത്തിട്ട് ഖദീജയുടെ കൂട്ടുകാരികളെ വിളിച്ചിട്ട് അത് കൊടുക്കുമായിരുന്നു. ഖദീജ എപ്പോഴും സ്മരിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര്, ആയിഷ അടക്കമുള്ള ഭാര്യമാരെല്ലാം കൂടെ ആടിനെ അറുത്തിട്ട് സദഖ കൊടുത്തു. ആയിഷ ബീവി എപ്പോഴും അവസരം കിട്ടിയാലും നബിയോടുള്ള സ്നേഹം കൂടുതൽ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നല്ലോ, നബിയെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? റസൂലുള്ള പറയും, ആയിഷ അത് ചോദിക്കുന്നത് എന്തിനാ? എനിക്ക് നിന്നോട് വലിയ സ്നേഹമല്ലേ? എന്നാലും നബി എത്ര മാത്രമാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ളത്? അത് നല്ലതാണ് കേട്ടോ. 90 വയസ്സായ ഉപ്പാപ്പ 85 വയസ്സായ ഉമ്മാമാട്ട ചോദിക്കുന്നത് നല്ലതാണ്. പണ്ട് കാളവണ്ടിയിൽ വന്നിറങ്ങിയപ്പോൾ സ്നേഹം ഇപ്പോഴും ഉണ്ടോ? പരസ്പര സ്നേഹം വർദ്ധിക്കാനും നല്ലതാണ്. റസൂലുള്ള ചോദിച്ചു, റസൂലുള്ളാഹിക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് എന്നോട് എന്തുമാത്രമാണ് സ്നേഹമുള്ളത്? ആയിഷ, നീ കയറ് കണ്ടിട്ടുണ്ടോ ആയിഷ? അതിന്റെ പിരികൾ തമ്മിൽ പെനഞ്ഞു കിടക്കുന്നത് പോലെ എന്റെ ഹൃദയം നിന്റെ ഹൃദയവുമായിട്ട് പെനഞ്ഞു കിടക്കുകയാണ്. ഇത് കേട്ടപ്പോ സമാധാനമായി. നമ്മുടെ ഭാര്യമാർ ചോദിക്കുമല്ലോ, ഇത്രയാണോ സ്നേഹം? ഇത്രയാണോ? റസൂലുള്ള പറഞ്ഞു, കയറ് പോലെ, കയറിന്റെ പിരികൾ തമ്മിൽ പെനഞ്ഞു കിടക്കും പോലെ എന്റെ ഹൃദയം നിന്റെ ഹൃദയവുമായിട്ട് പെനഞ്ഞു കിടക്കുക. സന്തോഷവതിയായി കയറിപ്പോയി. പിന്നീട് റസൂലുള്ള എപ്പോഴും റസൂലുള്ളാഹിനെ കാണുമ്പോൾ, ആളുകൾ നിൽക്കുമ്പോഴാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ, ആയിഷ ബീവി ചോദിക്കേണ്ട സാഹചര്യം വന്നാൽ പിന്നെ സ്നേഹം ഉണ്ടോന്ന് ചോദിക്കൂല. പിന്നെന്താ? ക്ലൂ കൊടുക്കും. അള്ളാന്റെ റസൂലിനോട് ചോദിക്കും, നബിയേ കയറ് ഇപ്പൊ എങ്ങനെയുണ്ട്? കൈഫൽ അഖദത്തു യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂല് പറയും, ആയിഷ കയർ അങ്ങനെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഹിയ ഫീ ഹാലിഹ, അതങ്ങനെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. വാള് കേട്ട് പോയിട്ട് ഭാര്യ ഭർത്താവിനോട് രാത്രി ചോദിക്കരുത്, കയറങ്ങനെ ഉണ്ട്, വാള് കേൾക്കാൻ വരാത്തതിലേക്ക് രണ്ടും ഒരുമിച്ച് തൂങ്ങാൻ പോകുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കും ആയിഷ. തേനിന്റെ സംഭവം നമുക്കറിയാം, പറയാൻ സമയമില്ല. ഹസ്രത്ത് ആയിഷ മഹിളകളുടെ നിത്യവിസ്മയം എന്ന വിഷയം ഇൻഷാ അല്ലാഹ് സമീപ പ്രദേശത്ത് ചെറുവലിയിലൊക്കെ വരുന്നുണ്ട്. അവിടെ നിങ്ങൾ വന്നാൽ അവിടെ പറയാം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ് ആടിന്റെ തോളിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഇറച്ചി. ആടിന്റെ തോള്, മട്ടൻ ഇറച്ചിയിൽ തോളിന്റെ ഭാഗം റസൂലുള്ളാഹിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ ആയിഷ ബീവി അത് കൊടുക്കാതെ പതുക്കാതെ എന്ന് കുറച്ചെടുത്തു. എന്നിട്ട് ഓടി ഇലാ ഹളറത്തി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. എന്തിനാണ്? നബി തങ്ങളുടെ സ്നേഹം കിട്ടണം. ആ സദക്ക കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തു. തോളിന്റെ ഭാഗമുള്ള ഇറച്ചി എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എല്ലാം കൊടുത്തു, ഇനി ഇത് മാത്രമേ നമുക്കുള്ളൂ. എല്ലാം കൊടുത്തു, ഇനി ഇത് മാത്രമേ നമുക്കുള്ളൂ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എല്ലാം നമുക്കുള്ളതാ. ഈ തോളിന്റെ ഭാഗത്ത് നിന്ന് നീ എടുത്ത മാംസമൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതാ മോളെ. നീ കൊടുത്തത് മുഴുവനും നമുക്കുള്ളതാണ്. അള്ളാന്റെ മാർഗത്തിൽ നീ കൊടുത്തല്ലോ, പാവപ്പെട്ടവർക്ക് നീ സദഖ കൊടുത്തല്ലോ, അത് നമുക്കുള്ളതാ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നീ കൊണ്ടുവന്നില്ലേ, ഇത് നമുക്കുള്ളതല്ല. അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തത് മാത്രമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു ആയിഷ ബീവിയെ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്താകുന്ന കൂട്ടുകാരന് നമുക്കുള്ളതെന്ന് പറയാ തിന്ന് ദഹിച്ചതും ധരിച്ച് ദ്രവിച്ചതും കൊടുത്തു ഫലമുണ്ടായത് മാത്രമാണ് നമുക്കുള്ളതെന്ന് പറയാൻ കഴിയുക. ഇതിനപ്പുറത്ത് നാലാമതായി ഒന്ന് എനിക്കും നിങ്ങൾക്കുമില്ല. നാലാമതായി എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്. അത് മരിക്കുമ്പോ നമ്മളെ വിട്ടു പോകും. ഇതാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ. ഇതങ്ങോട്ട് കിട്ടിയാൽ രണ്ട് ദോഷങ്ങളാണ്. എന്താണെന്നറിയോ? പടച്ചവനെ നഷ്ടപ്പെടും. ഒന്നാമത്തേത് അള്ളാനെ നഷ്ടപ്പെടും. ഒന്നാമത്തേത് നമുക്ക് അള്ളാനെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അള്ളാനെ നഷ്ടപ്പെടും. അതിനുള്ള തെളിവെന്താ? വേളാവൂർക്കാരായ ഞങ്ങൾക്കൊന്നും അങ്ങനെ അള്ളാഹെ നഷ്ടപ്പെടില്ല ഉസ്താദെ. വേളാവൂർക്കാർ അവിടെ ഇരിക്കട്ടെ, മദീനത്തുകാരുടെ കാര്യം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂലിന്റെ പുറകിൽ 5 നേരം നമസ്കരിച്ച ഒരു സഹാബിയാണ് സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ. അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനം ഒരു വാക്കുണ്ട്, അൻസാർ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജറ വന്നവരെ സഹായിച്ചവരാണ് അൻസാരികൾ. ഈ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ് സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ. ഒരുപക്ഷെ പലർക്കും ആ സംഭവം അറിയായിരിക്കും. ഞാനത് ഒരു ചെറിയൊരു വിശദീകരണം മാത്രം തരുകയാണ്. സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാനെ മറക്കും. ഒന്നാമത്തെ കൂട്ടുകാരൻ നമുക്ക് വന്നാൽ അതിനെ പ്രണയിക്കാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നഷ്ടമാകും. അതിൽ ഒന്നാമതാകിട്ട് അള്ളാനെ നമുക്ക് നഷ്ടമാകുമെന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാരിന് ഒരു ഇരട്ട പേരുണ്ട്. എന്താണെന്നറിയോ? ഇന്നിപ്പോ ഇരട്ട പേരിടാൻ നമ്മൾ മിടുക്കന്മാരാണ്. ചില മരുമക്കൾ അമ്മായിയമ്മാരെ വിളിക്കുന്ന ഭദ്രകാളി സൈനമ്പി സ്വഭാവം അങ്ങനെ ആയിട്ടാണ്. അതുകൊണ്ടാ അമ്മായിയമ്മ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഇനി എന്റെ മകന്റെ ഭാര്യയാണെങ്കിലും എന്റെ മകളാണ്, അത് ചിന്തിക്കൂല. മരുമകള് ചിന്തിക്കുന്നില്ല, നാളെ ഞാനൊരു അമ്മായിയമ്മ ആകേണ്ടവളാണ്, അത് ചിന്തിക്കൂല. അതാണ് കുടുംബത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണല്ലോ പെണ്ണിനോട് ചോദിച്ചു ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന ആരാ? അത് ആദമും ഹവ്വായുവാ. അതിനുള്ള കാരണം എന്താ? അവർക്ക് നാത്തുമാരും ഇല്ല, അമ്മായിയമ്മയില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവിടെ ഭയങ്കര സെറ്റപ്പായ ജീവിതമായി. പക്ഷെ കരഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതൽ. 300 വർഷം കരഞ്ഞില്ലേ? 300 വർഷം കരഞ്ഞു. അമ്മായിയമ്മ എന്തിനാ? അവ മനസ്സിലായില്ലേ? അമ്മായിയമ്മ അല്ല പ്രശ്നമെന്ന്. കൈരിപ്പാണ് വിഷയം മനസ്സിലായില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായിരുന്നാലും സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാർ എന്ന് പറയുന്ന സഹാബിക്ക് ഒരു ഇരട്ട പേരുണ്ട്. എന്തെന്നറിയോ? ഹമാമത്തുൽ മസ്ജിദി, പള്ളിയിലെ മാടപ്രാവെന്നാണ് അദ്ദേഹത്തിന്റെ ഇരട്ട പേര്. അദ്ദേഹത്തിന്റെ ഇരട്ട പേര് പള്ളിയിലെ മാടപ്രാവെന്ന. എന്തുകൊണ്ടാണ്? അദ്ദേഹം എപ്പോഴും പള്ളിയിൽ ഉണ്ടാകുന്നു. പ്രാവ് പള്ളിയിൽ എപ്പോഴും കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ പള്ളികൾ പ്രാവ് മാത്രമായി പോയി നിസ്കരിക്കാം. വേറെ ആരാ ഉള്ളത്? പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? പുതിയ പള്ളികൾ വന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പഴയ പള്ളികളിൽ നിസ്കരിക്കുന്ന ഭവ്യതയൊന്നും പുത്തൻ പള്ളികളിൽ നിസ്കരിച്ചാൽ കിട്ടൂല. എന്തുകൊണ്ടാണ്? റുക്കൂയിൽ കിടക്കുന്ന ചെറുപ്പക്കാർ പോലും മുടി ശരിയാക്കാൻ ഇങ്ങനെ സെറ്റപ്പ് ആക്കുക. കാരണം നിലക്കണ്ണാടിയിൽ നോക്കുന്നതിനേക്കാളും വൃത്തിയായിട്ട് ടൈലിൽ കാണാം. അതുകൊണ്ട് തന്നെ റുക്കൂയിൽ കിടന്നുകൊണ്ട് മുടി ശരിയാക്കുക. പഴയ പള്ളികളെടുത്ത് നോക്കുക, അവിടെ കയറി നിസ്കരിച്ചാൽ പെട്ടെന്നൊരു ഉത്ഭയം ഉണ്ടാകും. ഇന്ന് പള്ളികൾ ധാരാളം ഉണ്ട്, പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി ആരാ? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ചകൾ രസമുണ്ട്, ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ.
ജുമയ്ക്ക് പോലും പ്രാവുകൾ നിസ്കരിക്കേണ്ടി വരുന്ന പള്ളികളാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റ പേര് മാടപ്രാവ് എന്നാണ്. എപ്പോഴും പള്ളി തന്നെ കാണും, എപ്പോഴും പള്ളി തന്നെ കാണും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഉണ്ട്. എന്തെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാൽ 5 നേരം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പുറകിൽ ഇദ്ദേഹം കാണും നിസ്കരിക്കാൻ. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇരട്ട പേര് ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയിലെ മാടപ്രാവ് എന്നാണ്. എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഇന്നയാൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ എല്ലാവരും വിരൽ ചൂണ്ടും. അദ്ദേഹം കാണണമെങ്കിൽ മദീനത്തെ പള്ളിയിൽ പോകണം, കാരണം എപ്പോഴും അവിടെ പള്ളി കാണും. നമ്മളെ ചോദിക്കുകയാണ് ഒരാൾ വന്നിട്ട് ഇന്ന കാക്ക എവിടെ പോയി, അത് കാണണമെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ പോത്തങ്കോട് പോയാൽ കാണും എന്ന് പറയും. അത് നമ്മൾ എപ്പോഴും എവിടെയാ നിൽക്കുക അവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹമാമത്തുൽ മസ്ജിദ് എന്ന ഇരട്ട പേരുള്ള സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാറിന്റെ ഒരു സ്വഭാവം, റസൂലുള്ളാഹി സലാം വീട്ടി കഴിഞ്ഞാൽ അപ്പോഴെഴുന്നേക്കും. എഴുന്നേറ്റ് ഒരൊറ്റ വിടിയിലാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. കുറച്ച് കഴിയുമ്പോൾ പള്ളിയിൽ ഹാജരാവും. അടുത്ത വക്കത്ത് വരെ പള്ളി കാണും. റസൂലുള്ളാഹി സലാം വീട്ടുമ്പോൾ എഴുന്നേറ്റ് ഒറ്റ പോക്കാൻ. വീണ്ടും അടുത്ത വക്കത്ത് വരെ പള്ളി കാണും. ആ വക്കത്ത് റസൂൽ സലാം വീട്ടുമ്പോൾ എഴുന്നേറ്റ് പോകും. സലാം വീട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു അരമണിക്കൂർ പള്ളി കാണൂല, ബാക്കി എപ്പോഴും പള്ളി കാണും. ഇങ്ങനെ പതിവ് പോലെ റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. ആ സന്ദർഭത്തിൽ സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാറിനോട് ചോദിക്കുകയാ, നിസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടി ഇറങ്ങി പോകുമ്പോ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവര് കേട്ടുകൊള്ളട്ടെ, 1400 മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട അനുചരന നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത് എന്തെന്നറിയുമോ? തഅമലു അമലൽ മുനാഫിഖീന യാ സഅലബാ, മുനാഫിക്കിന്റെ സ്വഭാവം എന്തിനാടാ കാണിക്കുന്നത്? നിനക്ക് അള്ളാഹിനോടൊന്നും ചോദിക്കാനില്ലേടാ? നിസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് ചോദിച്ചോ, എന്നിട്ട് നീ ഇറങ്ങിപ്പോക്കോ. എന്തിനാ സലാം വീട്ടിയിട്ട് ഉടനെ ഇറങ്ങിപ്പോകുന്നത്? അപ്പോഴാണ് സഅലബത്ത് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഞാൻ ഇറങ്ങിപ്പോകുന്ന റബ്ബിനോടൊന്നും ചോദിക്കാനില്ലാഞ്ഞിട്ടില്ല. നീറുന്ന 100 സങ്കീർണമായ പ്രശ്നങ്ങളോ എന്റെ റബ്ബുരാന്റെ മുമ്പിൽ നിരത്തി വെക്കാൻ എനിക്കുണ്ട്. പക്ഷേ ഞാൻ പോകുന്നത് എന്തിനെന്നറിയോ? ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിന്റെ അടുക്കളയിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളുടെ കയ്യിൽ ഈ വസ്ത്രം അഴിച്ചു കൊടുത്തിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവൾക്ക് നിസ്കരിക്കാൻ. നബിയേ, എന്റെ വീട്ടിൽ ഒരേ ഒരു ജോഡി വസ്ത്രമാവുള്ളത്. എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കണമെങ്കിൽ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് കൊടുത്താലേ അവൾക്ക് നിസ്കരിക്കാൻ പറ്റൂ. അതല്ലാതെ എനിക്ക് വേറെ വസ്ത്രമില്ല, എന്റെ ഭാര്യയ്ക്ക് നല്ല ജോഡി വസ്ത്രമില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി കരയുകയാ. എന്റെ അനുയായിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ, എന്റെ അനുയായിക്ക് എത്രത്തോളം കഷ്ടപ്പാടാണല്ലോ, എന്റെ അനുയായിക്ക് എത്രത്തോളം പ്രാരാബ്ധങ്ങളാണല്ലോ. മഹാനായ പ്രവാചകന് കരയുമ്പോ എന്റെ സഹോദരങ്ങളെ, ആ സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണീര് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ കരയണ്ട നബിയേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ തന്നാ മതി, ദുആ ചെയ്താൽ മതി, നിങ്ങൾ കരയൊന്നും വേണ്ട. റസൂൽ ചോദിച്ചു, എന്തിനാ സഅലബ ദുആറക്കേണ്ടത്? കുറച്ച് പൈസയൊക്കെ വരട്ടെ, അതിനു വേണ്ടി ദുആ ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പൊ ഉള്ളതാണ് നിനക്ക് നല്ലത്, ഇനി ഞാൻ ദുആറക്കൂല. ഒരു അനുയായി എടുത്ത് പറയാൻ, ഒരൊറ്റ ജോഡി വസ്ത്രം വീട്ടില്, വേറെ ഒന്നുമില്ല, ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം ഇനി മറ്റൊരാ ഭാര്യയ്ക്ക് ധരിച്ച് നിസ്കരിക്കാൻ. ആ അനുചരനോട് പറയാൻ, ഇതാണ് നിനക്ക് ഉത്തമം, ഇനി ഞാൻ നിനക്ക് ദ്വാരക്കൂല. നിനക്ക് നാശമാകും, രണ്ടാമതൊരു ജോഡി വസ്ത്രം കൂടെ കിട്ടിയാൽ നിനക്ക് നാശമാകും. നമ്മൾ കരുതുന്നു അനുയായി നേതാവ് വലിയ ആളായിരുന്നിട്ട് അനുയായികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന, അനുയായികൾക്ക് കഷ്ടപ്പാട് കൊടുക്കുന്നു എന്നാരും കരുതണ്ട. റസൂലുള്ളാഹിന്റെ കഷ്ടപ്പാട് എങ്ങനെയാണ്? ആയിഷ ബീവി പറയുന്നു, നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി പള്ളിയിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ ജുബ്ബ കഴുകിയിടും, കമീസ് കഴുകിയിടും. ആ കമീസോ പലവട്ടം കസനം വെച്ച കമീസാ. അത് കഴുകിയിട്ടാൽ അടുത്ത വക്കത്തിന്റെ ബാങ്ക് വരുന്നു, റസൂലുള്ളാഹി ഇത് ധരിച്ചുകൊണ്ട് പള്ളിയിലോട്ട് പോകണം. പക്ഷേ ഉണങ്ങിയിട്ടില്ല, വേറെ ഇട്ടോണ്ട് പോകാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ് പൈസ വാങ്ങാനല്ലേ എനിക്ക് കഴിയൂ, എനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാനല്ലേ കഴിയൂ. നമുക്ക് ഒരു ജോഡിയാണോ 100 ജോഡിയല്ലേ നമുക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ പ്രവാചകന്റെ പലവട്ടം കസനം വെച്ച ആ കമീസ്, ആ റോമിൽ നിന്ന് കിട്ടിയ ജുബ്ബ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ കഴുകിയിട്ടതിന് ശേഷം അത് രണ്ടാമത് വീണ്ടും എടുത്തിടുന്നു. ആയിഷാ ബീവി പറയുന്നു, റസൂലുള്ളാഹി പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, വെള്ളത്തിന്റെ തുള്ളികൾ ഇറ്റിങ്ങനെ വീണുകൊണ്ടിരിക്കും ശരീരത്തിൽ നിന്ന്, ഉണങ്ങിയിട്ടില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, മോനെ നിനക്കത് നാശമാണ്, ഞാൻ ദ്വാരക്കൂല.
അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് ഒരുപാടൊന്നും വേണ്ട. ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് ഒരുപാടൊന്നും വേണ്ട, സക്കാത്ത് കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായാൽ മതി. എന്നെ പോലെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടാവും. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം എനിക്ക് പൈസ ഉണ്ടാകണം. അതുകൊണ്ട് അതിനു വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ, പലവട്ടം നിർബന്ധിച്ചപ്പോൾ അതിൽ ഒരു വട്ടം അള്ളാന്റെ റസൂല് ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ർസുഖ് സഅലബത മാലാ, അല്ലാഹുവേ സഅലബക്ക് നീ സമ്പത്ത് കൊടുക്കണേ അല്ലാ, സഅലബക്ക് സമ്പത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ദുആരന്ന, അല്ലാഹുവിന്റെ പുണ്യ പ്രവാചകന് ദുആരന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കോ? അല്ലാഹു സ്വീകരിച്ചു. സഅലബക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു. എങ്ങനാ കൊടുത്തത്? ആദ്യം കൊടുത്തത് ഒരു ആട്ടിൻകുട്ടിയാണ്. ഒരു ആട്ടിൻകുട്ടി. ആട് ബറക്കത്തുള്ള ജീവിയാണ്. ആട് ബറക്കത്തുള്ള ജീവിയാണ് ഇല്ലേ എന്റെ സഹോദരങ്ങളെ? ആട്ടിൻകുട്ടി അല്ലാഹു തആല കൊടുത്തു സഅലബക്ക്. 5 നേരം പള്ളിയിൽ വന്ന് റാഹത്തായുള്ള ജീവിതം. സഅലബക്ക് അല്ലാഹു ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു. ആട് പെറ്റങ്ങ് പെരുകാൻ തുടങ്ങി. മനുഷ്യരെ പോലെ അല്ലല്ലോ, ആട് പെറ്റ് പെരുകാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഒരു താഴ്വര മുഴുവനും ആട്ടിൻപറ്റങ്ങളായി. എന്തൊരു നയനാനന്ദകരമായ കാഴ്ചയാണ്! ഒരു താഴ്വര മുഴുവനും ആട്ടിൻപറ്റങ്ങളെ കൊണ്ട് നിറഞ്ഞു. സഅലബ ഒരുപാട് സമ്പന്നനായി മാറി. പക്ഷെ എന്താ ചെയ്തെന്നറിയോ? 5 നേരം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പുറകെ നിസ്കരിക്കുന്ന സഅലബ പിന്നെ ആകെ 3 വഖ്ത് മാത്രമായി. പള്ളിയിൽ 3 വഖ്ത് ഏതൊക്കെയാണ്? സുബഹിയും ഇശായും മഗ്രിബും. ഈ 3 വഖ്ത് മാത്രം പള്ളിയിൽ വരാൻ തുടങ്ങി. ളുഹറും അസ്റും വീട്ടിലായി, തൊഴുത്തിലായി. കാരണം ആടിന് തീറ്റ കൊടുക്കണം. അങ്ങനെയായി 3 വഖ്ത്. ചേകന്നൂരിന്റെ മുൻഗാമിയായിരുന്നു, ചേകന്നൂരിന്റെ മുൻഗാമി. 3 വഖ്ത് മാത്രം നിസ്കരിക്കാൻ പള്ളി വരും. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ. അള്ളാഹു നിസ്കാരം 50 ആക്കി, മൂസാ നബി 5 ആക്കി, ചേകന്നൂർ 3 ആക്കി, നമ്മൾ ഇല്ലാതാക്കി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പുറകിൽ നിസ്കരിക്കാൻ വന്നിരുന്ന സഅലബ 2-3 വഖ്ത് പള്ളിയിൽ വരാൻ തുടങ്ങി. റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആട്ടിൻപറ്റങ്ങൾ പെറ്റുപെരി. ചരിത്രം രേഖപ്പെടുത്തുക, പഴുത്ത മാങ്ങയ്ക്കകത്ത് പുഴു ഇരുന്ന് ഞൊളയ്ക്കുന്നത് പോലെയാ പെറ്റുപെരുകാൻ തുടങ്ങിയത്. പെട്ടെന്ന് ആട്ടിൻപറ്റങ്ങൾ പെറ്റുപെരുകി. അവിടെ പിന്നെ നിക്കാഹും പഞ്ചായത്തില് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കലും ജന്നത്തീയതി വാങ്ങലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങ് നടന്നോളൂ ഒരു ഭാഗത്തൂടെ. അങ്ങനെ എന്ത് ചെയ്തു? ആട്ടിൻപറ്റങ്ങൾ അങ്ങ് പെരുകി. ആട്ടിൻപറ്റങ്ങൾ പെരുകി 5 നേരം പള്ളിയിൽ വന്നിരുന്ന സഅലബ 3 വഖ്തായി. പിന്നെ ജുമഅയ്ക്ക് മാത്രം പള്ളിയിൽ വരാൻ തുടങ്ങി. ഇന്നും ജുമഅയ്ക്ക് മാത്രം പള്ളിയിൽ വരുന്നവരെ നിങ്ങൾക്ക് മുൻഗാമി ഉണ്ടായിരുന്നു സഅലബ. സഅലബ ജുമഅയ്ക്ക് മാത്രം പള്ളിയിൽ വരാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയും അങ്ങോട്ട് സമ്പത്ത് കിട്ടിയപ്പോ അതും അങ്ങില്ലാതായി. ജുമഅയ്ക്ക് വരാതെയായി, ഒട്ടിപ്പാളിസായി. പള്ളിയിൽ എന്ന് പറയുന്ന സംഗതി പോലും അവർക്ക് മറന്നുപോയി. ആ സന്ദർഭത്തിൽ സക്കാത്തിന്റെ ആയത്തിറങ്ങി. സക്കാത്ത് വാങ്ങണം ആയത്തിറങ്ങി. സഹാബാക്കളെ റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവനും അവന്റെ അള്ളാഹും തമ്മിൽ ആയിക്കോട്ടെ, സക്കാത്ത് ബൈത്തുൽ മാലിൽ മര്യാദയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സഹാബാക്കൾ ചെന്നു. പിരിവിന് വേണ്ടി ചെന്നപ്പോൾ പള്ളിയിൽ മഹല്ല് കമ്മിറ്റിക്കാർ നമ്മുടെ വീട്ടിൽ പിരിവിന് വരുമ്പോൾ നമ്മൾ പറയുന്ന മറുപടി എന്താണ്? അത് തന്നെയാണ് അന്ന് സഅലബ പറഞ്ഞത്. എന്താ? സഅലബയുടെ മുമ്പിൽ സഹാബാക്കൾ പിരിവിന് വേണ്ടി ചെന്നു. അപ്പോൾ സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാരി പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഒന്ന് പോയി ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തരാം എന്ന് പറഞ്ഞു മടക്കി വിട്ടു. എന്റെ സഹോദരങ്ങളെ, സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. സഅലബത്തിൽ നിന്ന് സക്കാത്തിന്റെ മുതൽ കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്തെങ്കിലും മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ദ്വാരപ്പിച്ച സഅലബത്ത് ബിൻ ഹാത്തിബുൽ അൻസാരി. എന്റെ സഹോദരങ്ങളെ, സക്കാത്തിന്റെ മുതലിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമായപ്പോ സക്കാത്ത് പോലും കൊടുക്കാൻ മടി കാണിച്ച സഅലബ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പേരാപ്പാട് നടക്കുന്നവര് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുമ്പോ പള്ളിയിലേക്ക് ചെന്ന് നിങ്ങൾ 100 രൂപ കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു. വിശ്വാസികൾ ആമീൻ പറഞ്ഞ് ഉസ്താദ് ദ്വാരന്നു. ഇയാൾ ഗൾഫിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിപ്പോയാ അവിടെ ചെന്ന ഒരുപാട് സമ്പത്ത് അങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന വേളാവൂർ പള്ളി മറന്നുപോയി, വേളാവൂർ ഹിഫ്ള് കോളേജ് മറന്നുപോയി, വേളാവൂർ പള്ളിയിരിക്കുന്ന ഉസ്താദിനെ മറന്നുപോയി. ഇതല്ലേ നടക്കുന്നത്? പൈസ കിട്ടിയാ
നമ്മൾ മാറിപ്പോകും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നാമത്തെ കൂട്ടുകാരനെ പേടിക്കോ, ഒന്നാമത്തെ കൂട്ടുകാരനെ ഭയപ്പെട്ടോ, നമ്മൾ മാറിപ്പോകും, അതിൽ സംശയമില്ല. റസൂലുള്ള കോപിച്ചു എന്നറിഞ്ഞപ്പോ ആട്ടിൻ പറ്റങ്ങളെയും പിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നു. റസൂല് പറഞ്ഞു, നീ ആലോചിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്, ഞാനും ഒന്ന് ആലോചിക്കട്ടെ, കൊണ്ടുപോടാ. അല്ലാഹുവിന്റെ റസൂല് സ്വീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് ഭരണമേറ്റെടുത്തു. അപ്പോഴും കൊണ്ടുവന്ന റസൂലുള്ള പറഞ്ഞു, എന്റെ ഹബീബ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്റെ ഹബീബ് ഏറ്റെടുക്കാത്ത സമ്പാദ്യം ഞാനും ഏറ്റെടുക്കൂല. അബൂബക്കർ ഭരണമൊഴിഞ്ഞ് ഉമർ തങ്ങൾ വന്നു. ഉമർ തങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നപ്പോ ഉമർ ഫാറൂഖ് പറഞ്ഞു, എന്റെ ഹബീബും എന്റെ സിദ്ദീഖും വാങ്ങാത്തത് ഞാനും വാങ്ങുന്നില്ല. ഉമർ തങ്ങൾ ഒഴിഞ്ഞു, ഉസ്മാൻ തങ്ങൾ അധികാരത്തിൽ വന്നു. അപ്പോഴും കൊണ്ടുവന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബും എന്റെ സിദ്ദീഖും എന്റെ ഫാറൂഖും ഏറ്റെടുക്കാത്ത ബൈത്തുൽ മാലിലെ സമ്പാദ്യം ഞാനും ഏറ്റെടുക്കുന്നില്ല, എനിക്ക് വേണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ചു. ഉസ്മാൻ തങ്ങളുടെ കാലത്ത് മുനാഫിക്കായി മരിച്ചുപോയെങ്കിൽ ആരുടെ കഥയാ? സഹാബാക്കളിൽപ്പെട്ട ഒരാളുടെ ചരിത്രമാണെങ്കിൽ പൈസ കിട്ടിയാ മറന്നു പോകും എന്റെ പ്രിയപ്പെട്ടവരെ. മറന്നു പോകാത്തവരുമുണ്ട്, അവരെ കൂടി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ ഓർത്തോ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിന്റെ സമ്പാദ്യം നിന്നെ ജോലിയാക്കാതിരിക്കട്ടെ, നിന്നെ സമ്പാദ്യം നിന്നെ ജോലിയാക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ആവശ്യം നിർത്തുന്നു. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പാദ്യമാണ്. അള്ളാഹ് നഷ്ടപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. ഇല്ലാത്തവരുണ്ട്. രണ്ടാമത് എന്താ ദോഷം എന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ, കൂടപ്പുറപ്പുകളെ നഷ്ടമാകും. കൂടപ്പുറപ്പുകളെ നഷ്ടമാകും, അതിന് സംശയമില്ല. നിങ്ങൾ നോക്ക്, ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തില് യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്ത് യുദ്ധത്തിൽ കിട്ടിയ ആ സ്വത്തുക്കളുമായിട്ട് സഹാബാക്കൾ ഉമർ തങ്ങളുടെ മുമ്പിൽ വന്നു. ഉമർ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇതങ്ങോട്ട് നിരത്തി വെച്ചു. നബി, ഉമർ തങ്ങളെ ഇത്രയാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് വാളുണ്ട്, പരിചയുണ്ട്, സ്വർണമുണ്ട്, പൈസയുണ്ട്, ദീനാറുണ്ട്, ദിർഹമുണ്ട്, ഒക്കെ ഉണ്ട്. അത് കൊണ്ട് ചെയ്തു പോണ അപ്പൊ എല്ലാം മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇവരങ്ങോട്ട് മാറി നിൽക്കുക. മാറി നിന്നപ്പോൾ ഉമർ തങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. സൈന്യാധിപൻ ചോദിച്ചു, ഉമർ തങ്ങളെ, വിജയം നമുക്കല്ലേ? ഇറാഖ് കീഴടക്കിയതാണ്, ഇറാഖ് ജയിച്ചടക്കിയതാണ്. വിജയം നമുക്കല്ലേ? അതിന്റെ ഗനീമത്ത് സ്വത്തല്ലേ ഇരിക്കുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾക്ക് ലാ തുഫ്തഹു ദുനിയ അലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ളാ. ആർക്കല്ല ദുനിയാവ് തുറന്നു കൊടുക്കുന്നോ അവർക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു, ശത്രുതയും അള്ളാഹു ഇട്ട് കൊടുക്കും. ഒരു വാപ്പാക്ക് 5 മക്കളാണ്, ഒരു ഉമ്മാക്കും വാപ്പാക്കും 5 മക്കളാണ്. പട്ടിണിയാണ്, പക്ഷെ ഏകോദര സഹോദരങ്ങളാണ്. ഒരു സഹോദരന് ഭക്ഷണം കിട്ടിയാൽ അവനത് കഴിക്കൂല, എന്റെ മറ്റേ സഹോദരനും കിട്ടിക്കാണൂലല്ലോ എന്ന് കരുതിയിട്ട് ഈ സഹോദരൻ കിട്ടിയത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപോലെ ഇരുന്ന് പങ്കിട്ട് കഴിക്കുന്നു. മഴ പെയ്താൽ എക്സ്റേയുടെ പടം കൊണ്ട് ഊട് വലിച്ചു കിടന്നിരുന്നവര്, കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആകെ ഒരു കട്ടിലാ ഉള്ളത്. ആ കട്ടിലിൽ ആര് കിടക്കുമെന്നുള്ള വാശിയാ. ഒരു സഹോദരൻ പറയുന്നു, നീ കിടന്നോ, നീയല്ലേ മൂത്തത്. അവൻ പറയുന്നു, അല്ല, നീയല്ലേ ഏറ്റവും ഇളയത്, നീ കിടന്നോ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ചെറ്റക്കൂരയിൽ കഴിഞ്ഞിരുന്ന മക്കൾ, ഒരുത്തൻ കുവൈറ്റിൽ പോയി, ഒരുത്തൻ അബുദാബി പോയി, ഒരാൾ മസ്കറ്റിൽ പോയി, ഒരാൾ ദുബായിലും പോയി, ഒരുത്തൻ ഷാർജയിലും പോയി, 5 മക്കളും ഗൾഫിൽ പോയി. തിരിച്ച് ഒരുപാട് പൈസയൊക്കെ ആയി. ഒരുപാട് പൈസയായാൽ 2 കൊല്ലം കൊണ്ട് ഒരുപാടങ്ങ് നേടി. ഒരുപാടങ്ങ് നേടി. 1-ാമത്തെ മാസം തന്നെ വീടിടിച്ചു പൊളിച്ചു, നല്ല വീട് വെച്ചു, 5 പേർക്കും വീടായി. 2-ാമത്തെ മാസം എത്തിയപ്പോഴേക്ക് എല്ലാവരും റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി. 3-ാമത്തെ മാസം എത്തിയപ്പോൾ നാഷണൽ ഹൈവേയിൽ വലിയൊരു കോംപ്ലക്സ് പണിതു. 5-ാമത്തെ മാസം എത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കി. 6-ാം മാസത്തിൽ അറബിയ യതീംഖാനയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നേരെ പോന്നു. 5 പേരും നാട്ടിൽ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ സംഭവിക്കാന്നറിയോ? അതുവരെയും പാവപ്പെട്ടവരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരുന്നു, കട്ടിലിൽ കിടക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ മക്കൾ അവിടെ പ്രശ്നം തുടങ്ങുകയാണ്. ഒരുത്തൻ പറയുന്നു, എന്റെ വീട്ടിൽ ഞാൻ ഉമ്മയെ കൊണ്ടുപോകൂല, കാരണം ഉമ്മ മുറുക്കിത്തുപ്പ് ഞാൻ കൊണ്ടുപോകൂല. 2-ാമത്തവൻ പറയുന്നു, ഉമ്മായെ കൊണ്ടുപോകണമെങ്കിൽ പോവാം, പക്ഷെ ഈ കിളവനെ ഞാൻ കൊണ്ടുപോകൂല, കാരണം കിളവൻ കണ്ണി കണ്ടതൊക്കെ വിളിച്ചു പറയും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകൂല.
ഇങ്ങനെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയാ. അതിന്റെ പേരിൽ ഇനി വേണ്ടതെന്താണ്? ഉമ്മാടെ കാതിൽ കിടക്കുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു കമ്മലുണ്ട്, ഉമ്മാടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയുണ്ട്. അത് ആർക്കാണെന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പറഞ്ഞത് എത്രയോ ശരിയാ. ലാ തുഫ്തഹു ദുനിയാ ലാ അഹദിൻ ഇല്ലാ അൽഖല്ലാഹു ബൈനഹുൽ അദാവത വൽ ബഗ്ലാ. റസൂലുള്ള പറയുന്നു, അവരുടെ ഇടയിൽ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, വൈമനസ്യത്തിന്റെ വിത്ത് പാകിയിട്ടല്ലാതെ സമ്പത്ത് അല്ലാഹു തആല ആർക്കും തന്നെ കൊടുക്കൂല. ചുരുക്കി ഞാൻ പറയുന്നു, ഒന്നാമത്തെ കൂട്ടുകാരൻ നമുക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യും. സമ്പത്ത് വേണ്ട എന്നല്ല പറയുന്നത്, സമ്പത്ത് എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയും അത്രത്തോളം ഉണ്ടാക്കണം. പക്ഷെ പ്രാമുഖ്യം നമ്മൾ കാണിക്കേണ്ടത്, കൊടുക്കേണ്ടത് അള്ളാഹുവിനും അവന്റെ ഇബാദത്തിനും പരലോക ചിന്തയ്ക്കും വേണ്ടി ആകണം. അതാകണം. അള്ളാഹു അങ്ങനെ ആക്കി മാറ്റുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ കൂട്ടുകാരൻ ഏതാ? ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കൂട്ടുകാരൻ പറയുന്നത്, നിന്റെ കൂടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വരും, നീ മരിച്ചാലും വരും. പക്ഷേ ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്റെ ഓടൊപ്പം ഉണ്ടാവൂല. ഇതേത് കൂട്ടുകാരനാ? ഏത് കൂട്ടുകാരനാണ്? ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ മരിക്കുമ്പോഴേ ഉണ്ടാവൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല. അത് സമ്പത്താണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, പക്ഷേ ഖബറിലോട്ട് കൊണ്ടുവച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവൂല. ആ കൂട്ടുകാരൻ ഏതാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, അത് സന്താനങ്ങളാ. വാപ്പ മരിച്ചുപോയാ വാപ്പായെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെച്ചു. 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് 10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാകല്ലും നാട്ടിയിട്ട് ജനങ്ങളങ്ങ് പിരിഞ്ഞു പോകുമ്പോ പൊന്നുമോന് 2 ചുവടങ്ങോട്ട് വെക്കുമ്പോ ഒന്ന് ഓർത്ത് നോക്കിയേ, അബൂബക്കർ ഉസ്താദ് പറഞ്ഞുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഖബറിൽ കിടക്കുന്നവന് ചെരിപ്പടി ശബ്ദം കേൾക്കുമത്രേ. ഖബറിലോട്ട് കൊണ്ടുവച്ചു, അപ്പോഴിങ്ങനെ അടക്കിയിട്ട് ആ മക്കളും എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന്റെ ചെരിപ്പടി ശബ്ദം ഇങ്ങനെ ശബ്ദത്തിൽ കേട്ട് 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 പതുക്കെ അങ്ങ് മാഞ്ഞു പോകുന്നു. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. പിന്നെ നമ്മൾ മാത്രം. അപ്പോഴാ ചിന്തിക്കുന്ന, അല്ലാഹ് സീരിയൽ കാണണ്ടായിരുന്നു. അപ്പോഴാ ചിന്തിക്കുന്നത്, അല്ലാഹുവേ ഉള്ളതിൽ പകുതിയെങ്കിലും പള്ളിക്ക് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോഴാ ചിന്തിക്കുന്ന, അല്ലാഹുവേ ബാങ്ക് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ കുടിച്ച് പെടുത്തുകൊണ്ട് നടന്നതല്ലേ, അല്ലാഹുവേ പള്ളിയിലൊന്ന് പോകാമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലാഹ് എൻ്റെ കെട്ടിയോൻ ഉണ്ടായിട്ട് ഞാൻ കെട്ടിയോന്റെ കയ്യും പിടിച്ചിറങ്ങി ഓടിയില്ലേ, അത് വേണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല, എൻ്റെ കാമുകനും ഇല്ല, കാമുകന്റെ നാത്തൂനും ഇല്ല, ആരുമില്ല, കഷ്ടപ്പെട്ടു പോയില്ലേ. ഇങ്ങനെ ഖബറിനകത്ത് കിടന്ന് ചിന്തിച്ചിട്ട് കാര്യമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൂട്ടുകാരൻ സന്താനങ്ങളാണ്. ആ സന്താനങ്ങൾ ഖബർ വരെ വരും. ഏതെങ്കിലും പൊന്നുമോൻ പറയോ, വാപ്പാ ഇന്ന് വരെയും നിങ്ങളോടൊപ്പം എന്റെയോടൊപ്പം നിങ്ങൾ കടന്നുറങ്ങിയത്, നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനും കൂടെ അങ്ങ് വന്നേക്കാം പറയോ? ഭാര്യ പറയോ? ഇല്ല. ഭാര്യമാരെങ്ങനെ പറയും? ഒരു മഹാൻ ഒരു മക്ബറയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് ആ ഖബറിന്റെ പുറത്ത് കിടക്കുന്ന മണലിങ്ങനെ വാരിയിട്ട് മുറത്തിലിട്ട് പാറ്റുകയാണ്. ആ മഹാൻ കരുതി പ്രാന്തുള്ള പെണ്ണായിരിക്കുമെന്നാണ്. പോയി തിരിച്ചു വരുമ്പോഴും ആ പെണ്ണ് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അയാൾ ചോദിച്ചു, മഹാൻ ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്? അത് എൻ്റെ ഇക്കാടെ ഖബറാണ്, എൻ്റെ ഭർത്താവിന്റെ ഖബറാണ്. അതിന് നീ എന്താ ചെയ്യാ? അതിനെന്താ നീ ഈ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണ്? അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് ആ പെണ്ണ് പറഞ്ഞത്, ഇതെന്റെ ഭർത്താവിന്റെ ഖബറാണ്. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ ഖബറിന്റെ പുറത്തെ മണ്ണ് ഉണങ്ങുന്നത് വരെ മറ്റൊരുത്തിന് നീ കല്യാണം കഴിക്കരുത്, അതുകൊണ്ട് പെട്ടെന്ന് ഉണക്കുക, വേറെ കല്യാണം കഴിക്കാൻ. എന്തൊരവസ്ഥയാണ്. പേരെന്താ? എന്റെ സഹോദരങ്ങളെ, ഏതെങ്കിലും പൊന്നുമക്കൾ അങ്ങനെ പറയൂ, എന്റെ വാപ്പാരെ കൂടെ ഞാനൊന്ന് പോകട്ടെ? ഒരിക്കലും പറയൂല. മക്കൾ വാപ്പായ 2 കൂട്ടുകാരന്റെ തോളിൽ ഇങ്ങനെ തൂങ്ങി ഖബറിൽ വാപ്പാടെ കവിളിലോട് ഈ മണ്ണിനോട് കവിള് ചേർത്ത് വെച്ച് വാപ്പാടെ ജനാസ ഖബറിലിറക്കി കിടത്തി. സഹോദരിമാരെ ഖബർ കണ്ടിട്ടില്ല, കണ്ടവരൊക്കെ അതിനകത്ത് വീണിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറില് വാപ്പായ എടുത്ത് കിടത്തിയിട്ട് ഈ കെട്ടക്കം അഴിക്കും. ഇവിടെ നിന്ന് കെട്ടിമുറുക്കുന്നതൊക്കെ അവിടെ കൊണ്ടുപോയി അഴിക്കും. അതുപോലെ അങ്ങ് അടക്കുകയല്ല, തലയുടെ ഭാഗത്ത് നിന്ന് കെട്ടം കഴിക്കും. എന്നിട്ടോ ആ കവിളിന്റെ മണ്ണങ്ങ് ആ തുണിയങ്ങ് മാറ്റിയിട്ട് ആ കവിൾ തടം ഖബറിൽ ചേർത്ത് വെക്കുന്നു. മലർത്തി കിടത്താൻ പറ്റൂല.
ആ രീതിയിൽ ചരിച്ചാ കിടത്തുന്നത്. നെഞ്ചും മുഖം കിബിലേക്ക് വരുന്ന രീതിയിൽ കിടത്തിയിട്ട് വാപ്പായുടെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാ ഇനി നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊന്നുമക്കൾ ഇങ്ങനെ ഉമ്മാടെ ജനാസ കൊണ്ട് വെച്ചിട്ട് ഉമ്മ ഇനി നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് കൂട്ടുകാരെ തോളിൽ തൂങ്ങിക്കൊണ്ട് കണ്ണീർ തുള്ളികൾ ഖബറിന്റെ ഉള്ളിൽ വീഴുന്ന രീതിയിൽ കരഞ്ഞിട്ട് ആ മക്കള് പോയാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ആ വാപ്പാടെ ഉമ്മാടെ ഖബറ് കുഴിച്ച ആള് പറഞ്ഞു കൊടുക്കണം, നിന്റെ വാപ്പാടെ ഖബർ അതല്ലടാ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഒരു ഗതികേടാണ്. നിങ്ങൾ നോക്ക്, പള്ളി കമ്മിറ്റിക്കാർ ആളെ നിർത്തി കാട് വൃത്തിയാക്കേണ്ട അവസ്ഥ വരോ? എല്ലാ ബന്ധുമിത്രാദികളും തീരുമാനിക്കണം, എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വാപ്പാടെ ഖബർ ഞാൻ വൃത്തിയാക്കും. അതിന്റെ പുറത്തിറക്കുന്ന പോച്ച വലിച്ചിട്ട് കളയരുത്. ചെടികൾ നട്ടിരിക്കുന്ന അതങ്ങ് വലിച്ചത് കളയരുത്. അതൊക്കെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരു പച്ച ഇരുന്നാൽ പച്ച സസ്യമുണ്ടെങ്കിൽ അത് ഉണങ്ങുന്നിടത്തോളം തസ്ബീഹല്ലോ എന്നാ മയ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ പാളീസാക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖബറിന്റെ 4 ഭാഗവും വൃത്തിയാക്കിയിട്ട് ഉപദ്രവ ജീവികളൊന്നും കയറി വരാത്ത രീതിയിൽ എല്ലാവർക്കും സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനം ഓരോ ഖബറാളികളുടെ ബന്ധുമിത്രാളി ചെയ്താൽ പള്ളിക്കാട് വൃത്തിയാക്കാൻ പിന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരൂല. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ബൈക്കിലൂടെ പോയാൽ ഒരു പിതാവ് ഖബറിനകത്ത് കിടന്ന് വിലപിച്ചു എന്നൊരു മഹാൻ പറയാൻ, വിലപിച്ചു എന്നൊരു പിതാവിന്റെ ഖബറിന്റെ ഉള്ളിൽ കിടന്നുള്ള വിലാപം എങ്ങനെയാണ്? وما يؤلون أم جهدوا ديوني تمر أقاربي جنبات كبري كأن أقاربي لم يعرفوني وللميراث يقتسمون مالي وما يؤلون أم جهدوا ديوني. ഒരു പിതാവ് ഖബറിന് കിടത്ത് വിലപിക്കുകയാ, എന്റെ ബന്ധുക്കൾ അടുത്തൂടെ നടന്നു പോകുന്നു, പക്ഷെ എന്റെ പൊന്നുമക്കൾ എന്നെ അറിയാത്തതുപോലെ പോകുകയാ. എന്റെ അനന്തരാവകാശികള് സ്വത്ത് വീതിച്ചെടുക്കാൻ എന്തോ ഒരു മത്സരമായിരുന്നു. ഒന്ന് കടം പോലും വീടാ മക്കള് തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് ഖബറിന് കിടത്തുന്ന വിലപിക്കുകയാണ്. അടുത്തൂടെ നടന്നു പോയിട്ട് എന്നെ അറിയാത്തതുപോലെ പോകുന്നു. എത്ര സങ്കടമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മരിച്ചു കിടക്കുന്ന പിതാവിന്റെ ഖബറിന്റെ അടുത്തൂടെ വിൽസും വലിച്ച് മുണ്ടും മടക്കി കുത്തിപ്പോയാൽ വാപ്പാക്ക് വേണ്ടി ഒന്ന് സലാം പറയാത്ത മക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല മക്കളെ അല്ലാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കളാകുന്ന രണ്ടാമത്തെ കൂട്ടുകാരൻ നമ്മുടെ എന്താ ഖുർആൻ പറഞ്ഞത് അത് മനസ്സിലാക്കാദ്യം. ഈ മക്കളില്ലാത്ത ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞു, സാറേ സന്താനങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം, ദ്വാ ചെയ്തു. 2ാം കൊല്ലവും പറഞ്ഞു ദ്വാരക്കണം, ദ്വാ ചെയ്തു. 3ാം കൊല്ലവും പറഞ്ഞു ദ്വാരക്കണം, ദ്വാ ചെയ്തു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഭാര്യ ആശുപത്രിയിലൊന്നും കാണിച്ചില്ലേ? ഉസ്താദേ ഞാൻ കല്യാണം കഴിച്ചില്ല. നമ്മൾ കല്യാണം കഴിക്കാൻ പിന്നെ സ്വാലിഹ സന്താനം എങ്ങനെ ഉണ്ടാവും? അത് അഡ്വാൻസ് ആയിട്ട് ദ്വാ ചെയ്ത് വെക്കുകയാണ്. അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. മക്കളെ കിട്ടുക എന്നുള്ളത് വേറെ എന്തും സമരം ചെയ്ത് നേടാം. ശമ്പളം കിട്ടിയില്ലേ സമരം ചെയ്യാം. പൈസ കുറഞ്ഞു പോയോ സമരം ചെയ്യാം. പെട്രോളിന് വില കൂടിയാൽ സമരം ചെയ്യാം. എന്തിനും സമരം ചെയ്യാം. മക്കളില്ലെങ്കിൽ എവിടെ സമരം ചെയ്യും? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് യഹബുലി മയ്യശാഉ ഇനാസ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞത് യഹബുലി മയ്യശാഉ ഇനാസ. അള്ളാഹു ഗിഫ്റ്റ് ആയിട്ട് തരുന്നു, സമ്മാനമായിട്ട് അള്ളാഹു മക്കളെ കൊടുക്കുന്ന കാര്യം ഖുർആനിൽ പറഞ്ഞത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനം എന്നാണ്. അല്ലാതെ ഇക്കാടെ ട്രോഫി എന്നല്ല, അള്ളാന്റെ സമ്മാനം എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമ്മാനമാകുന്ന മക്കൾ അള്ളാന്റെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരുന്നാ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂ. നിങ്ങളുടെ മക്കളിലും ഭാര്യമാരിലും ശത്രുക്കളുണ്ട്, സൂക്ഷിച്ചോ. മക്കളെ പറ്റി പറഞ്ഞ ശത്രുക്കൾ എന്നാണ്. അള്ളാഹു ഔദാര്യമായി തന്ന സമ്മാനമായി തന്ന മക്കൾ അത് പിന്നെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ, വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ അവര് നമ്മുടെ ശത്രുക്കളായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലേ?
വാപ്പ മക്കളെ കാരണം വാപ്പമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. വാപ്പ നല്ല ഒരു പെണ്ണിനെ കൊണ്ടുവരും, പൊന്നു മോനെ നീ അത് കല്യാണം കഴിക്കണം, നല്ല കുടുംബത്തിൽ. അവളെ വാപ്പയാണെങ്കിൽ ഹദ്ദാദ് ഉമ്മ കുത്തിബിയത്തോഴും, അവളാണെങ്കിൽ കോഴിയിറക്കും, എല്ലാം ദീനിന്റെ കുടുംബമാ, അതുകൊണ്ട് നീ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ വാപ്പയോട് മോൻ പറയുന്നത് എന്താ? ഞാൻ കെട്ടൂല, നിങ്ങൾ വേണമെങ്കിൽ കെട്ടിക്കോളി, ഉമ്മാരെ ഒന്ന് ഒപ്പിട്ട് വെച്ചേർന്നത് ഞാൻ ഏറ്റു. അവസാനം പ്രശ്നം രൂക്ഷമാകും. വാപ്പ പറയുന്നു നീ അവളെ കെട്ടാതെ വേറെ ഏത് പെണ്ണിനെ കെട്ടിയാലും ഞാൻ വരൂല കല്യാണത്തിന്. മോൻ പറയുന്നത് എന്താ? നിങ്ങളുടെ കല്യാണത്തിന് ഞാനും വന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കല്യാണത്തിനും വരണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലും മക്കൾ ശത്രുക്കളായി മാറുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയോ സ്ഥലങ്ങളിലും മക്കൾക്ക് വേണ്ടി അടക്കയാണെങ്കിലും മുന്തിയിൽ വെക്കാം, പക്ഷെ അടക്ക മരമായ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യമേ വളർത്തിയെടുക്കണം. ആദ്യമേ മക്കളെ ആ രീതിയിൽ വളർത്തിയെടുക്കണം. നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേര്. നാളെ പരലോകത്ത് വാപ്പാടെ നമ്മുടെയും പേര് ചേർത്താ വിളിക്കുന്നത്. വായിക്കൊള്ളാവുന്ന നല്ല പേരിട്ട് കൊടുക്കണം. ഒരു പെണ്ണിന്റെ പേരാണ് ചിത്തിര. മുസ്ലിം പെണ്ണാണ്. അവളെ വിവാഹത്തിന് പോയി, നിക്കാഹിന്റെ സീക പറഞ്ഞു കൊടുത്തു. പുതിയാപ്പളയുടെ കൈ പിടിച്ചിട്ട്, പുതിയണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ചിട്ട്, എത്ര വൃത്തികേടാണ് അത് പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു, കാക്ക നിങ്ങളുടെ മോക്ക് ചിത്തിരാന്ന് പേടാൻ കാരണം എന്താ? അത് ചിത്തിര നാളിലാ ഉസ്താദ് എന്റെ മോളെ പ്രസവിച്ചത്. ഞാൻ പറഞ്ഞു വേറെ ഒരുപാട് നാളൊക്കെ ഉണ്ട്, അന്ന് പ്രസവിക്കാത്ത നല്ലതായി പോയി. കലണ്ടർ എടുത്ത് നോക്കിയാൽ അങ്ങനെ ആ പേരിടുക, അത് പാടില്ല. നല്ല പേരിട്ട് കൊടുക്കുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പേര് ചേർത്തല്ലേ വിളിക്കുന്നത്. ഇന്നക്കും സതുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബായികും. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പാന്റെ പേരും ചേർത്തിട്ടാ നാളെ പരലോകത്തല്ല വിളിക്കുന്നത്. അപ്പോഴാ മക്കൾ ശത്രുക്കളാകാൻ പാടില്ല. ശത്രുക്കളാവുന്ന കോലം എങ്ങനെയെന്നറിയോ? ഇവിടെ വന്നിട്ട് പറയും, ഉപ്പാ ഒതു മുറിയുന്ന കാര്യങ്ങൾ 4 ഞാൻ പഠിച്ചു, അതുകൊണ്ട് മദ്രസ മതി, ട്യൂഷന് പോകണം. അപ്പോഴും ആപ്പായുമായും പറയും ഞാൻ ട്യൂഷന് വെക്കോ. 1 മാസം കഴിഞ്ഞ് 2 മാസമായി മകള് വന്നിട്ട് പറയുന്നു, ഉപ്പ എല്ലാവർക്കും മൊബൈൽ ഉണ്ട്, എനിക്ക് മാത്രം മൊബൈൽ ഇല്ല. വാപ്പ പറയുന്നു, എന്നാ നിനക്ക് ഊത്തൂത്തുള്ള മൊബൈൽ എന്നെ വാങ്ങിത്തരാം. വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 7 മാസമായി മോള് വന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും സ്കൂട്ടി ഉണ്ട്, എനിക്കൊരു ആക്റ്റീവ് എങ്കിലും വാങ്ങിത്തരീൻ. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു. ഇതിൽ കയറി അങ്ങോട്ട് ഇരുന്ന് ഈ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് ഈ പെണ്ണ് പോയാൽ കാണുന്ന ചുമ്മാറെ വരുന്ന പാണ്ടിൽ ഒരടിയിലും പോയി കയറും, അവിടെ നിൽക്കുന്ന പോസ്റ്റിലും ചെന്ന് കയറും. അവസാനം ഒരു ഓട്ടം ഉണ്ട് അവള്. പിന്നെ കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. അത് കഴിഞ്ഞ് ഇവിടെ നഷ്ടപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ പറയും, വാപ്പായുമായി എന്റെ ശത്രുക്കളാണ്, എനിക്ക് വേണ്ടാന്ന് പറയുന്നത്, എനിക്ക് അണ്ണം മതി എന്ന് പറഞ്ഞ് കൂടെ വിട്ടു. അങ്ങനെ പോട്ടെ, പാത്തുമ്മ തങ്കമ്മയായി മാറി. നാളെ പരലോകത്തെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് വാപ്പായുമായും വലിയ സെറ്റപ്പായി തസ്ബീം പിടിച്ചുകൊണ്ട് അവിടെ വരും, സ്വർഗത്തിൽ പോകാൻ വേണ്ടി പാസം മാച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ഈ മകള് പറയുന്നു, അല്ലാ എന്തുദ്ദേശത്തിലാ ഇതിനൊക്കെ കയറ്റി വിടുന്ന സ്വർഗത്തിൽ? ഞാൻ നരകത്തിലും ഇവർ സ്വർഗത്തിലുവാ? പറ്റൂല. ഞാൻ ട്യൂഷന് പോകണം എന്ന് പറഞ്ഞപ്പോ എന്തിനവർ വിട്ടു? എന്നെ എന്തുകൊണ്ട് മദ്രസയിൽ പഠിപ്പിച്ചില്ല? അതിന് എവരാ ഉത്തരവാദി? എനിക്ക് അന്യപുരുഷന്മാരോടൊപ്പം സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് പാതിരാത്രി എന്റെ ഉമ്മ മൊബൈൽ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട്, പാതിരാത്രി എന്റെ പിതാവ്, ഈ പിതാവ് വിദേശ രാജ്യത്ത് പണിയെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യപുരുഷന്മാരോടൊപ്പം പാതിരാത്രി സംസാരിക്കുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ ഞാനും വഴിതെറ്റിപ്പോയത്. അതുകൊണ്ട് എനിക്കെന്തായാലും നരകം തന്നെ കുഴപ്പമില്ല, ഉമ്മച്ചയും കൂടെ വിട്ടതാ. കണ്ടുപോട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കളെ നമ്മുടെ ശത്രുക്കളായി കാണണമെന്നല്ല പറയുന്നത്, മിത്രങ്ങളായിട്ട് തന്നെ കാണണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മക്കൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിന് തൊട്ട് ജോലിയാക്കാൻ പാടില്ല. എന്താ പള്ളി വരാത്തത്? ഉസ്താദ് ചോദിക്കുകയാണ്. ഉസ്താദെ കിട്ടാതിരുന്ന് കിട്ടിയ മോനല്ലേ, അതിന്റെ ചിരി കണ്ട എങ്ങനെ പള്ളി വരും? എങ്ങനെ പള്ളി വരും? അള്ളാന്റെ ഖുർആൻ പറയുന്നില്ല, തുൽഹിക്കും അംബാലുക്കും വല ഔലാദുക്കും. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങൾ അള്ളാനെ സ്മരിക്കുന്നതിന് തൊട്ട് ജോലിയാക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാൻ അമേരിക്കക്കാരൊന്നും അല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ ഗുജറാത്തുകാരല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരം അറിയുമോ? خرج من صلبك الذي خرج من صلبك الذي خرج من صلبك. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉത്ബത്തിന്റെ മുഖത്ത് നോക്കി, ശൈബത്തിന്റെ മുഖത്ത് നോക്കി, അബൂ ജഹലിന്റെ മുഖത്ത് നോക്കി, അബൂ
ലഹബിന്റെ മുഖത്ത് നോക്കി, അബൂ സുഫിയാന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഇരിക്കുമ്പോഴാ പറഞ്ഞത്, സഹാബത്തെ, ആ കാണുന്നവരല്ല നിങ്ങളുടെ ശത്രുക്കള്. അവര് നിങ്ങളെ കൊന്നാൽ നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ അവരെ കൊന്നാൽ അവർ നാളെ പരലോകത്ത് നിങ്ങൾക്ക് പ്രകാശമാകും. അങ്ങനെയുള്ളവരല്ല സഹാബാ. നിങ്ങളുടെ ശത്രുക്കൾ ആരെന്നറിയുമോ? നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയുമോ? അല്ലദീ ഖറജ മിന സുൽബിക, നിങ്ങളുടെ നട്ടലിൽ നിന്ന് പുറത്തു വന്നവരാ. പൊട്ട നീ മുൻപിൽ പിഞ്ചോര കട്ട, പിന്നീട് കാട്ടും ചുമന്നോരു കുട്ട. നട്ടലിൽ നിന്ന് വന്നവരല്ലേ നമ്മള്. എന്റെ സഹോദരങ്ങളെ, നമ്മളെ മക്കളാണ് ഏറ്റവും വലിയ ശത്രുവെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ശത്രു നമ്മുടെ മക്കളാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ മിത്രങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ കൂട്ടുകാരൻ അള്ളാഹിനെ ഇബാദത്ത് എടുക്കുന്നതിന് വിട്ട് ജോലിയാക്കാൻ പാടില്ല. മക്കളെ നമ്മളെ പൊന്നുപോലെ വളർത്തണം. പൊന്നുപോലെ വളർത്തണം. നിന്റെ പൊന്നുമോനെ എങ്ങനെയാ ചുംബനം കൊടുക്കേണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. വലത്തെ കൈ കൊണ്ട് ദാടിയിൽ പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് പെടലിയിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മക്കളെ, ഇബ്രാഹിം എന്ന പൊന്നുമ മരണപ്പെടുമ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണുനീര് വന്നപ്പോൾ, എന്തിനാ നബി നിങ്ങളും കരയുന്നു? ഇല്ല ഇല്ല സഹാബ, ഞാനൊരു ഉപ്പയല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ലോകത്തോട് കാണിച്ചു തന്ന കരുണയാൽ, മക്കളെ ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പിതാവിന്റെ മുഖം നോക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കരുണയുള്ളവർക്ക് അല്ല കരുണ കൊടുക്കോ, അതുകൊണ്ട് നീ പോയി ചുംബിക്കടാ എന്ന് പഠിപ്പിച്ചു. മക്കൾ നമ്മുടെ സ്വത്താ, നമ്മുടെ സമ്പാദ്യമാണ്. പക്ഷേ അള്ളാഹിനെ ഇബാദത്ത് എടുക്കുന്നതിനെ തൊട്ട് നമ്മളെ ജോലിയാക്കാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ. മൂന്നാമത്തെ കൂട്ടുകാരൻ ഏതാ? റസൂലുള്ളാഹി പറയുന്നു, എക്കാലവും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. മൂന്നാമത്തെ കൂട്ടുകാരൻ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, ആ കൂട്ടുകാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, പാതിരാത്രി മുതൽ പട്ടാരാത്രി മുതൽ പകൽ വരെയും അവനോട് വിളിച്ചു പറയുന്ന നിന്റെ ജീവിതത്തിലും മരണത്തിലും ഞാൻ നിന്റോടൊപ്പം ഉണ്ടാകുന്നതാണ്. എക്കാലവും ഞാൻ നിന്റെ കൂടെ വരും. നീ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോകുമ്പോഴും ഖബറിലാകുമ്പോഴും അതിനുശേഷമുള്ള ജീവിതത്തിലല്ല ഞാൻ നിന്നോടൊപ്പം വരുമെന്ന് മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുമ്പോൾ, ആ കൂട്ടുകാരൻ ആരെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയുന്ന മറ്റാരുമല്ല, മരിച്ചു പോകുമ്പോ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന കൂട്ടുകാരൻ സമ്പത്താണ്. ഖബറിലാകുമ്പോ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് സന്താനങ്ങളാണ്. എന്നാൽ എക്കാലവും നമ്മളോടൊപ്പം വരുന്ന കൂട്ടുകാരൻ ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മറ്റാരുമല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല ബാഖിയാതു സ്വാലിഹാ, ബാഖിയാതു സ്വാലിഹാ, എന്നെന്നും ശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. എന്നെന്നും ശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് ജീവിതത്തിലും ഖബറിലും മരണത്തിലും ഇക്കാലം നമ്മോടൊപ്പം വരിക. ഒന്നാമത്തെ കാര്യം പറഞ്ഞ എവിടെ വെച്ച് തിരിയുന്ന? ഒന്നാമത് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയം സമ്പത്ത് നമ്മളെ വിട്ടു പോകുന്നതാണ്. ആ സമയത്തും യഥാർത്ഥ സഹയാത്രികനാകുന്ന സൽക്കർമ്മം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതിന്റെ തെളിവെന്താണ്? അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ കൂട്ടുകാരനെ ഇവിടെ നിന്ന് കൂട്ടാത്തവര് മരിക്കുന്ന വേളയിൽ അസ്റായീലിനോട് പറയുന്നു, അല്ലാഹുവേ ഒന്ന് തിരിച്ചു വിളിക്കുമോ? ഒരു നിമിഷം കൂടി എന്നെ ഒന്ന് പിന്തിക്കുമോ? അഅ്മലു സാലിഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്റായീൽ കടന്നു വരുമ്പോ നിങ്ങൾ പറയൂല, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെണ്ണന്മാര് പറയില്ല, അല്ലാഹുവേ എന്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുത്തോട്ടെ, എന്നെ തിരിച്ചു വിളിക്കല്ലേ, തിരിച്ചു വിളിക്കല്ലേ, അസ്റായീൽ മടക്കി വിളിക്കണേ എന്ന് ഒരു ഉമ്മയും പറയില്ല. കച്ചവടക്കാര് പറയില്ല, എന്റെ കടയിൽ ഞാനൊന്ന് അടച്ചിട്ട് വരട്ടെ എന്ന് പറയൂല. മരിക്കാൻ നേരമെത്തുമ്പോ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമേതെന്നറിയുമോ? അഅ്മലു സാലിഹാ. അല്ലാഹുവേ ഒന്ന് പിരിച്ചുവിട്ട, എന്നെ ഒന്ന് പിന്തിപ്പിച്ച, ഞാനൊന്ന് സൽക്കർമ്മം ചെയ്യട്ടെ, ഞാൻ യഥാർത്ഥ കൂട്ടുകാരനെ ഒന്ന് കൂട്ടിക്കൊള്ളട്ടെ, യഥാർത്ഥ സഹയാത്രികനെ ഞാനൊന്ന് കൊണ്ടുവന്നോട്ടെ. അതുകൊണ്ട് ഒരു നിമിഷം കൂടി ബന്ധിപ്പിക്കണം, രക്ഷയില്ല.
അല്ല പറയുന്നു കല്ലാ ഇന്നഹാ കലിമത്തുൻ വ ഖായിലുഹാ. എടാ കഴുതേ, ഇനി എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഈ സമയമാകുമ്പോൾ മര്യാദയ്ക്ക് കിടന്നുകൂട്, പിടിച്ചോണ്ട് പോട്ടെ അസറായില്. ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടൊരു മൂന്നാമത്തെ കൂട്ടുകാരനായ യഥാർത്ഥ സഹയാത്രികൻ സൽക്കർമ്മം, ഒന്നാമത്തെ കൂട്ടുകാരനായ സമ്പത്ത് നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന മരണത്തിന്റെ വേളയിൽ നമുക്ക് താങ്ങായി എത്തും. ആ കൂട്ടുകാരനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ആ കൂട്ടുകാരനാണ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ നമുക്ക് ഭാഗ്യം നേടിത്തരുന്നത്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ കൂട്ടുകാരൻ എവിടെ വെച്ചാ തിരിഞ്ഞു പോകുന്നത്? ഖബറിൽ വെച്ചാൽ. ഖബറിലോട്ട് ഇറക്കി വെക്കുമ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ നമ്മളെ കളഞ്ഞിട്ട് പോകുന്നതാണ്. ആ ഖബറിലും മൂന്നാമത് പറഞ്ഞ കൂട്ടുകാരൻ യഥാർത്ഥ സഹയാത്രികൻ കടന്നു വരുന്നു. എങ്ങനെയാണ്? ബൂക്കർ സാബ് പറഞ്ഞോ, ഖബറിന്റെ അവസ്ഥകൾ പറഞ്ഞില്ലേ? ഇല്ലായിരുന്നല്ലേ, ഉമ്മാരല്ല. ഖബറിന്റെ അവസ്ഥ പറഞ്ഞില്ലേ? ബക്കറ്റ് ഖബറിന്റെ അവസ്ഥ പറഞ്ഞില്ലേ അബൂബക്കർ ഉസ്താദ്? മണിയറയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞോ? ഇല്ല ഇല്ല, അത് മാത്രം ഓർമ്മ. മണിയറയുടെ കാര്യം എന്റെ സഹോദരങ്ങളെ, വിശ്വാസി മരണപ്പെട്ട് ഖബറിലോട്ട് പോയാൽ ആദ്യമായിട്ടുള്ള അനുഭവം ഒരു പുതിയാപ്പിളയ്ക്ക് മണിയറയിൽ നിന്ന് കിട്ടുന്ന അനുഭവമാണ്. എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഖബറിലാണ് നമ്മുടെ സന്താനം നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നത്. അവിടെ മൂന്നാമത്തെ കൂട്ടുകാരനായ യഥാർത്ഥ സഹയാത്രികൻ നമ്മുടെ താങ്ങായി വരും. എങ്ങനെയാണ്? പുതിയാപ്പിള മണിയറയിൽ മണവാട്ടിയോടൊത്തുള്ള ജീവിതത്തിന്റെ തുടക്കത്തിൽ ആദ്യ രാത്രി മണിയറയിലോട്ട് കടന്നു പോകുന്ന പുതിയാപ്പിള, ആ പുതിയാപ്പിളയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു വിശ്വാസി ഖബറിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ്? മണിയറയിലോട്ട് കടന്നു ചെല്ലുമ്പോൾ മണിയറയിലോട്ട് കടന്നു ചെല്ലുമ്പോൾ മൂന്ന് അനുഭവങ്ങളാണ്. മൂന്ന് അനുഭവങ്ങൾ. ഒന്ന്, മണവാട്ടി എന്ത് ചെയ്യും? മണിയറയിൽ പുതിയാപ്പിള കടന്നു വരുമ്പോൾ ധരിച്ചിരിക്കുന്ന സൂട്ടും കോട്ടൊക്കെ മാറ്റിക്കിട്ട് പുതിയ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈലിയും ഒരു തോറത്തും 2 സിൽവർ ചെരുപ്പും കൊടുക്കും. അല്ലേ? 3 കൊടുക്കും. പുതിയ ധരിക്കട്ടെ എന്ന് വെച്ചിട്ട്. രണ്ടാമത് എന്താ ചെയ്യാ? നല്ല ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കും. മൂന്നാമതായിട്ട് എന്താ ചെയ്യാ? ജനലിന്റെ പാളികളൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ അകത്തോട്ട് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംവിധാനം ഒരുക്കി കൊടുക്കും ആ മണിയറയിൽ. ഇതുപോലെയാണ് ഒരു വിശ്വാസി ആദ്യമായിട്ട് ഖബർ ചെല്ലുമ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ അനുഭവിക്കാൻ കഴിയും. എങ്ങനെയാണ്? ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നിട്ട് എന്താ ചെയ്യാ? പുതിയ പെണ്ണ് പുതിയാപ്പിളയോട് പറയും, ഇക്കാ നിങ്ങൾ ഉറങ്ങിക്കോളിയും, എനിക്ക് അല്പം ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ ഉറങ്ങിക്കോളിയും പുതിയാപ്പിളയോട് പറയാൻ എന്ന് പറഞ്ഞിട്ട് പുതിയ പെണ്ണ് ഇറങ്ങിപ്പോകും. പുതിയ വസ്ത്രം കൊടുത്തു, നല്ല വിരിപ്പ് വിരിച്ചു, വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. എന്നിട്ട് പുതിയാപ്പിളയോട് പറയും, നിങ്ങൾ ഉറങ്ങിക്കോളി, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഭാര്യ മണവാട്ടി ഇറങ്ങിപ്പോകും. ഇതുപോലെ ഒരു വിശ്വാസി ഖബറിൽ ചെല്ലുമ്പോൾ അവന് നല്ലവനാണെങ്കിൽ ചീത്തയാളാണെങ്കിൽ വേറെയാണ്. ഇലാഹി മാജിറാ ക്യാ ഹേ ഖിയാമത്ത് കോ നഹീ മാഠി ഖബർ മേം ലഢേ ലഢേ പസുലിയാ ദുഖിനേ ലഖി മേരി. അല്ലാഹുവിനെ സുജൂദ് ചെയ്യാത്ത ധിക്കാരിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഖബറിൽ പോകുന്നതെങ്കിൽ നേരെ മറിച്ചാണ്. ഒരു വിശ്വാസി ഖബറിൽ പോയാൽ പുതുമണവാളന് ചെയ്തു കൊടുക്കുന്ന 3 കാര്യങ്ങൾ അള്ളാന്റെ മാലാഖമാര് ചെയ്തു കൊടുക്കുന്നു. അള്ളാഹ് പറയുന്നു, മലക്കുകളെ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അൽബിസൂഹു മിൻ ലിബാസിൽ ജന്നാ, സ്വർഗത്തിന്റെ വസ്ത്രം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കിൻ. ഈ 3 കഷ്ണം തുണിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിന്റെ വസ്ത്രം ധരിക്കുക. പക്ഷെ നമ്മൾ നോക്കിയാൽ ഈ 3 കഷ്ണം തുണി തന്നെ ആയിരിക്കും. പുതുമണവാട്ടി കൊടുത്തതുപോലെ നല്ല പട്ടുവസ്ത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് അല്ലാഹ് പറയുന്നു, നിങ്ങൾ നല്ല സ്വർഗത്തിന്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കൂ മലക്കുകളെ. മണവാട്ടി മണിയറകള് മണവാളന് വിരിച്ചു കൊടുക്കുന്ന വിരിപ്പിനക്കാ എന്തോ ഒരു സുഖമുള്ള വിരിപ്പാ. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാ. മൂന്നാമത് ചെയ്തെന്താണ്? വാതിലുകൾ തുറന്നിട്ടരാ, ജനാലകൾ തുറന്നിട്ടരാ. എന്റെ സഹോദരങ്ങളെ, അള്ളാഹ് പറയുന്നു, മലക്കുകളെ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ നിങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. ഇത്രയും പറഞ്ഞ് മലക്കുകൾ എല്ലാം ചെയ്തു കൊടുത്തിട്ട് പുതിയ പെണ്ണ് പുതിയാപ്പിളയോട് പറഞ്ഞത്, ഇക്കാ നിങ്ങൾ ഉറങ്ങിക്കോളീൻ എന്നാണെങ്കിൽ അള്ളാന്റെ മാലാഖമാര് ഖബറിലുള്ള വിശ്വാസിയോട് പറയുന്നു, പുതുമാരനെ പോലെ ഉറങ്ങിക്കോ.
പുതുമാരനെ പോലെ ഉറങ്ങിക്കോ. എന്തുകൊണ്ടാണ്? പുതിയാപ്പള ഉറങ്ങുമ്പോൾ ആര് ശല്യം ചെയ്യൂല. കുട്ടികൾ കളിക്കാൻ വേണ്ടി വന്നാലും അമ്മായിയമ്മ പറയും, മക്കളെ പുതിയാപ്പളയാണ്, അങ്ങോട്ട് പോകരുത്. കാരണം എന്താണ്? പുതിയാപ്പള എല്ലാവരും ബഹുമാനിക്കും. 2 ദിവസം കാണുള്ളെന്ന് മാത്രം. അങ്ങനെ ഏതായിരുന്നാലും പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അള്ളാന്റെ മാലാകന്മാർ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഒരു മഹ്ലൂക്ക് കൂടെ വരൂല, ആരും നിന്നെ ശല്യം ചെയ്യാൻ വരൂല. പുതുമാരൻ ഉറങ്ങിയാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുതുമണവാട്ടിയാ വിളിക്കാൻ വരുന്നത്. അതുപോലെ ഒരു വിശ്വാസി ഖബറിൽ കിടന്നുറങ്ങിയാൽ അവനെ വിളിക്കാൻ വരുന്നു ആരെന്നറിയോ? റജുലുൻ ഹസനുൽ വുജൂഹ് ഹസനുൽ സിയാൽ ത്വയ്യിബുർ റീഹ്, കാണാനഴകുള്ള നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന അട്രാക്ഷനുള്ള സൗന്ദര്യമുള്ള നല്ല സുഗന്ധദ്രവ്യം പൂശിയ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനുമ്മ നിന്റെ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി വരും മോളെ. വന്നുകൊണ്ട് നിന്നോട് പറയുന്നു, അല്ല നിനക്ക് തന്നതാ, അല്ല നിനക്ക് തന്നതാ, സുഖിച്ചോ. നമ്മൾ ചോദിക്കുന്നു, ഖബറിലേക്ക് ഇറങ്ങി വെക്കുമ്പോൾ ഖബറിൽ ഇറക്കി വെച്ചവരുടെ ശരീരത്തിൽ പോലും മണ്ണ് പറ്റി, നിനക്കെങ്ങനെ ശരീരത്തിൽ വെള്ളവസ്ത്രത്തിൽ മണ്ണ് പറ്റിയിട്ടില്ല? മാത്രമല്ല ഇവിടെ എങ്ങനെ നീ ഇതിനകത്ത് വന്നു, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഈ വന്ന മനുഷ്യൻ പറയുന്നത് ആരെന്നറിയോ? അനഅമലുക സാലിഹൂ, ഞാൻ നിന്റെ സഹയാത്രികനാ, ഞാൻ നിന്റെ കൂട്ടുകാരനാ. ഏത് കൂട്ടുകാരനാ? ഇവിടെ നിസ്കരിച്ചവരെ, നോമ്പ് പിടിച്ചവരെ, സക്കാത്ത് കൊടുത്തവരെ, ഹജ്ജ് നിർവഹിച്ചവരെ, ദാനധർമ്മങ്ങൾ ചെയ്തവരെ, അനുഗ്രഹിതമായ പള്ളിയിൽ വന്നവരെ, എന്റെ സഹോദരിമാരെ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുത്തവരെ, ഇതെല്ലാം ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തിൽ നിന്റെ 6 അടി അടിയിലേക്കല്ല എത്തിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ നോക്ക്, അവിടെയാണ് നമ്മുടെ മക്കള് കളഞ്ഞിട്ട് പോകുന്നത്. അപ്പോഴും സൽക്കർമ്മമാവുന്ന യഥാർത്ഥ സഹയാത്രൻ അവിടെ വരുന്നു. പിന്നെ പരലോകത്ത് എന്തുകൊണ്ടാണ്? പരലോകത്ത് കൊണ്ടുപോകാത്തവരാ പറയുന്നത്, അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ ഒരിക്കലെങ്കിലും നീ മടക്കി വിടണം. അല്ല പറയുന്നു, ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് യഥാർത്ഥ സഹയാത്രികൻ എന്ന് പറയുന്നത് സൽക്കർമ്മമാണ്. ആ യഥാർത്ഥ സഹയാത്രികനെ ജീവിതത്തിന്റെ മുഖ്യ വിഷയമായി അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സമ്പത്താകുന്ന 1ാമത്തെ കൂട്ടുകാരനെയും സന്താനമാകുന്ന 2ാമത്തെ കൂട്ടുകാരനെയും മരിക്കുമ്പോഴും ഖബറിൽ ചെല്ലുമ്പോഴും ഇട്ടിട്ട് പോകുന്ന 2 കൂട്ടുകാരെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രാമുഖ്യം അമലു സ്വാലിഹീന് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായി മാറാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യഥാർത്ഥ സഹയാത്രികൻ എന്നുള്ള വിഷയം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് ഈ പരിപാടിയുമായി സഹകരിക്കണം. ഒപ്പം എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യൻ. അല്ലാഹു തആല ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയ അഫ്സൽ എന്ന കൂട്ടുകാരന് വേണ്ടി ദുആരക്കാൻ സംഘാടകർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കാം. 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. കരുണക്കടലായ പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഇവിടെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിൽ കഴിയുന്ന മുന്നോറുകൾ, അല്ലാഹുവേ, അവിടെ ഖബറിന്റെ അവസ്ഥ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അല്ലാഹ്, ആ ഖബർ പ്രവിശാലമാണോ, ഇടുങ്ങിയതാണോ, ഇരുളാണോ, വെളിച്ചമാണോ, അല്ലാഹുവേ, അറിയുന്നത് നീയാണ് തമ്പുരാനെ, അറിയുന്നവന് നീയാണ്. അല്ലാഹ്, ആ ഖബറിന്റെ ഉള്ളറകളിലുള്ള അവസ്ഥകൾ നന്നാക്കണല്ലോ, നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആ ഖബറിന്റെ ഉള്ളറകളിൽ
അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ വസാറത്തിന്റെ മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ നോട്ടം നീ നോക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ ഖബറിൽ കിടക്കുന്നവർക്ക് പട്ടുടവാടകൾ നീ കൊടുക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗീയ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരിക്കുമ്പോ കണ്ടുകൊഴുതീരാത്തവരാണ്. അല്ലാഹുവേ പടച്ചവനെ ഖബറിന്റെ ഉള്ളറകളിൽ ഭീകരമാണോ അതല്ല, അല്ലാഹുവേ സന്തോഷകരമാണോ അറിയില്ല. അവിടെ അവസ്ഥകളെ മെച്ചമാക്കണേ അല്ലാ, നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാ രോഗങ്ങൾ തരല്ലേ അല്ലോ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാര്, അല്ലാഹുവേ സഹായികള്, ഇവിടെ സഹായിച്ചവര്, സ്വർണം കൊടുത്തവര്, 5000 കൊടുത്തവര്, 1000 കൊടുത്തവര്, എല്ലാ രീതിയിലും ഇവിടെ സഹായിച്ചവര്, ഈ വിനീതന് 2 ദിവസം ഭക്ഷണം നൽകിയവര്, അല്ലാഹുവേ പടച്ചവനെ ഈ മൈക്ക് നല്ലതുപോലെ പ്രവർത്തിപ്പിച്ചവര്, ഇതിന് നേതൃത്വം കൊടുത്ത ഉസ്താദുമാര്, രക്ഷകർത്താക്കള്, അല്ലാഹുവേ ഓടി നടന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ കൂട്ടുകാര്, അല്ലാഹുവേ പടച്ചവനെ എന്തിനേറെ ഇവിടെ വന്ന് സഹായിച്ച സഹകരിച്ച സഹോദരി സഹോദരന്മാര് എല്ലാവരെയും അല്ലാഹുവേ താങ്ങാവുന്നതിലപ്പുറം രോഗം തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, പ്രഷർ തരല്ലേ അല്ലാ, ഷുഗർ തരല്ലേ അല്ലാ, എയ്ഡ്സ് തരല്ലേ അല്ലാ, പടച്ചവനെ അൽഷിമേഴ്സ് തരല്ലേ അല്ലാ, തളർവാദം തരല്ലേ, തലച്ചോറിന് പഴുപ്പ് തരല്ലേ അല്ലാ, പടച്ചവരെ ഞങ്ങളുടെ പൊന്നാട മക്കൾക്ക് ഒരു രോഗവും വരുത്തല്ലേ അല്ലോ. പാതിരാത്രി ഞങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നവരാ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വാഹനം അല്ലാഹുവേ എതിരെ വരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ച് ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചു തരി നടുറോഡിൽ രക്തം വാർന്ന് പടച്ചവനെ പടഞ്ഞു മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ആരുടെയും സഹായമില്ലാതെ രക്തം വാർന്ന് മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. പടച്ചവനെ ഓടിക്കുന്നവരൽപ്പമൊന്ന് ഉറങ്ങിപ്പോയാ ഞങ്ങൾ പിന്നെ ചരിത്രത്തിലില്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ച് കൊതിരുന്നതിന്റെ കൊതിതീരാത്തതിന്റെ പേരിലല്ല അല്ലാഹുവേ, പിന്നെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങള്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര്, സ്നേഹിതര്, പിന്നെ അവരുടെ അവസ്ഥ എന്തെന്ന് ആലോചിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ. ഞങ്ങൾ ആരെയും നീ അപകടത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ പറക്കി കൂട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ജനാസകൾ വെട്ടിക്കീറി കുത്തിത്തച്ചു മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ കുളിപ്പിച്ചടക്കാൻ കഴിയാതെ തയ്യമ്മും ചെയ്തടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ പൊതുദർശനത്തിന് വെക്കുമ്പോ പഞ്ഞിക്കെട്ടിന്റെ ഉള്ളിൽ വെച്ച് മറ്റുള്ളവരെ കാണിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ മറ്റുള്ളവരെ കണ്ടു നോക്കുമ്പോ മൂക്ക് പൊത്തി ഇറങ്ങി ഓടുന്ന അവസ്ഥ വരുത്തല്ലയാ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പൊന്നാര മക്കള് പാർവതി പുത്തനാരന്റെ ജലാശയത്തിന്റെ ചെളിവെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ മറ്റു രീതിയിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളാരെയും അപകടത്തിൽപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളാരെയും പടച്ചവനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹുവേ ഞങ്ങളാരെയും നീ ദാരുണമായി മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ആരെയോ അല്ലാഹുവേ രോഗികളായി കിടത്തി അവസാന കൂടെ നിൽക്കുന്നവര് ഇയാളെന്ന് മരിച്ചാ മതിയെന്ന് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നാറ മക്കൾ വന്നിട്ട് വാപ്പാ ഉറങ്ങാതെ എഴുന്നേക്കുപ്പാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കള് ഓടിച്ചാടി കളിക്കുന്ന വീട്ടുമുറ്റത്ത് ഞങ്ങളുടെ പൊന്നാറ മക്കളെ കുഞ്ഞുടുപ്പ് ധരിപ്പിച്ച കരങ്ങൾ കൊണ്ട് 3 കഷണം വെള്ളത്തുണിയിൽ പൊരിഞ്ഞെടുക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല. ഞങ്ങളുടെ പൊന്നാറ മക്കളെ കുളിപ്പിച്ച കരങ്ങൾ കൊണ്ട് അവസാന കുളിപ്പിക്കേണ്ട ഗതികേട് വരുത്തല്ലേ അല്ല. ഞങ്ങളിൽപ്പെട്ട ആർക്കും ഒരു രോഗവും തരല്ലേ അല്ലാ.
മാനസിക രോഗങ്ങൾ തരല്ല അല്ലാ, പൈശാചിക പ്രയാസങ്ങൾ തരല്ല അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും അല്ലാഹുവേ പ്രയാസങ്ങൾ ശരീരത്തിന്റെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും അസ്വസ്ഥതകൾ മാറ്റണേ അല്ലാ. ശരീരത്തിന് രോഗികളായുള്ള ഒരുപാട് പേരുണ്ട്, അതുപോലെ മനസ്സിന് ടെൻഷനുള്ള ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ രോഗശമനം നൽകണേ അല്ലാ. രോഗം കൊടുക്കുന്നത് നീയല്ലേ, ആശുപത്രികൾക്ക് കഴിവില്ല, മരുന്നിന് കഴിവില്ല. അല്ലാഹുവേ പടച്ചവനെ ഡോക്ടർമാർക്ക് കഴിവില്ല, ഷാഫിനിയ കാഫിനിയ രോഗം കൊടുക്കുന്നത് നീയാ. അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ, ശിവ കൊടുക്കണേ തമ്പുരാനെ. പടച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരിൽ പലരും രോഗികളാണല്ലാ, ഞങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ പലരും രോഗികളാണല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിൽ പലരും രോഗികളാണല്ലാ. എന്ത് രോഗമുണ്ടോ അത് മാറ്റി കൊടുക്കണേ അല്ലോ. ഞങ്ങൾക്ക് പടച്ചവനെ അനുയോജ്യമായി കയറി കിടക്കാനുള്ളൊരു വീട് തരണേ അല്ല, ഞങ്ങളുടെ കടങ്ങളെ മാറ്റണേ അല്ല. പുറനിറഞ്ഞിരിക്കുന്നവരുണ്ട്, അനുയോജ്യനായ ഇണകളെ കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ല. അല്ലാഹുവേ പടച്ചവരെ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങള് മനസ്സിന് സ്വസ്ഥതയും ശരീരത്തിന് ആരോഗ്യമോ ഹലാലായ സമ്പാദ്യവർദ്ധനവും കൊടുക്കണേ അല്ല. അല്ലാഹുവേ പെട്ടിയും തൂക്കി വരുന്നൊരു ശബ്ദം കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടിക്കുള്ളിലായി വരുന്ന ഗതികേട് വരുത്തല്ല റബ്ബ്. അല്ലാഹുവേ പടച്ചവനെ ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ അബ്ദുൽ നാസർ മഅദനിയെ മോചിപ്പിക്കണേ അല്ലാ. ഇടക്കാല ജാമ്യം കിട്ടിയതുപോലെ പരിപൂർണ ജാമ്യം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പ്രഭാഷണം നടത്തുന്ന എന്റെ പ്രിയ സുഹൃത്ത് നൗഷാദ് ബാക്കവി, അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഹമ്മദ് കബീർ ബാക്കവി, അല്ലാഹുവേ ഇന്നലെ പ്രഭാഷണം നടത്തിയ അബൂബക്കർ ഉസ്താദ് അടക്കമില്ല അല്ലാഹുവേ പടച്ചവനെ പ്രഭാഷണം നടത്തിയ ഉസ്താദുമാര്, എന്റെ പ്രിയ സുഹൃത്ത് ഈ നാടിന്റെ ഇമാമായിരിക്കുന്ന അഷ്റഫുൽ ഖാസിമി, അതുപോലെ പടച്ചവനെ ഈ നാട്ടിലെ ഇമാമായിരുന്ന ബഹുമാനരായ ഉസ്താദുമാര്, അതുപോലെ പടച്ചവനെ ഈ നാട്ടിലുള്ള മുദരിസുമാരായ ഉസ്താദുമാര്, അല്ലാഹുവേ നാസർ ഉസ്താദ് അടക്കമുള്ള അല്ലാഹുവേ പടച്ചവനെ എന്റെ കൂടെ ജോലി നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് ഉസ്താദ് അടക്കമുള്ള, അതുപോലെ പടച്ചവനെ ഈ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന സിറാജുദ്ദീൻ മന്നാൻ അടക്കമുള്ള അല്ലാഹുവേ ആരെല്ലാം ഈ നാട്ടിൽ ആലിമീങ്ങളുണ്ടോ എല്ലാവരെയും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് നാട്ടുകാവിമാമ് അല്ലാഹുവേ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉസ്താദ്, അതുപോലെ എന്നെ പഠിപ്പിച്ച ജാമിയ മന്നാനിലെ ഉസ്താദുമാര്, അല്ലാഹുവേ പടച്ചവനെ എല്ലാവരെയും ഉഖ്റവിയായ ആലിമീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിന്റെ പണ്ഡിതന്മാരാക്കല്ലേ അല്ലാ, ദുനിയാവിന്റെ പിറകെ പരക്കം പാകുന്നവരാക്കല്ലേ അല്ലാ, ദുനിയാവിന്റെ പണ്ഡിതന്മാരിൽ പെടുത്തല്ലേ അല്ലാ, പരലോക പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. ഇന്ന് രാവിലെ വിളിച്ച് ദുആ രക്കണേ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഈ സരസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ സ്വർണം കൊടുത്തവരുണ്ട്, അല്ലാതെ പൈസ കൊടുത്തവരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഏതൊരു സഹോദരിയാണോ ആ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നത് ആ ശരീരത്തിന് മാറാ രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ വിനീതന് ഭക്ഷണം നൽകി വീട്ടുകാർ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലുള്ള എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരെ സ്വീകരിക്കണേ അല്ലാ. അവിടെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തന മേഖലകളിൽ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. ഇരുവാര് സ്വീകരിക്കണേ അല്ലാ. ബിഹഖീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.